എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം, സഭാചരിത്രത്തിലെ നിർണായകമായ ഒരു സബ്ജക്റ്റ്, ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള സ്റ്റഡി അല്ല, എന്നാൽ ഒരു ആമുഖം. ഏതാണ് ആ വിഷയം എന്ന് ഞാൻ പറഞ്ഞില്ല. AD 325 സഭയുടെ ഔദ്യോഗികമായ കൗൺസിലായ നൈസിയൻ കൗൺസിൽ നിഖ്യായിൽ കൂടിയ സഭയുടെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യമുള്ള, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരെ വിളിച്ചുകൂട്ടി നടത്തിയ സഭയുടെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത, സഭയുടെ സത്യവിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സഭയുടെ സത്യവിശ്വാസത്തെ പ്രഖ്യാപിച്ച നിഖ്യ കൗൺസിൽ അല്ലെങ്കിൽ നിഖ്യ സുന്നഹദോസ്, അതിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ, ഡിക്ലെയർ ചെയ്ത സഭയുടെ കാച്ചിക്കുറുക്കിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം നടന്നിട്ട് 2025 1700 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ വലിയ സെലിബ്രേഷൻസൊക്കെ അവിടെ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിലും ക്രൈസ്തവ സഭകൾ ചേർന്നുകൊണ്ട് 1700 വർഷത്തെ ഈ സെലിബ്രേഷൻസ്, അല്ലെങ്കിൽ 1700 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷം, അതിനെ ഓർത്തെടുക്കുവാൻ, ആ ചരിത്ര നിമിഷങ്ങളെ വീണ്ടും ഓർത്തെടുത്ത് അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ വീണ്ടും ഈ തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സത്യവിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ തലമുറയ്ക്ക് കൃത്യമായ അവബോധം കൊടുത്തുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരുപാട് മീറ്റിങ്ങുകൾ ഭാരതത്തിലെ സഭകളും നടത്തുകയുണ്ടായി. 1700 വർഷങ്ങളായി ക്രൈസ്തവ സഭകൾ തെറ്റാതെ ഉരുവിടുന്ന, പരസ്യമായി പ്രഖ്യാപിക്കുന്ന സഭയുടെ വിശ്വാസമാണ് നിഖ്യ വിശ്വാസ പ്രമാണം. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതായ ചെറിയ പ്രഖ്യാപനങ്ങൾ കാണാനായിട്ട് സാധിക്കും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന യേശുവിൻ്റെ അപ്പോസ്തലനായിരുന്ന സെയിൻറ്റ് തോമസ് വിശ്വാസത്തെ ഏറ്റുപറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വലിയ പ്രസ്താവന
യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അടിയുറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ കൃത്യമായി ഒരു സെൻറ്റൻസിൽ സമ്മറൈസ് ചെയ്യുന്ന അപ്പോസ്തലനെ കാണാം. അങ്ങനെ ചെറിയ ചെറിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അത് പടിപടിയായി വളർച്ച പ്രാപിക്കുകയും ഉപദേശങ്ങളിൽ കൃത്യതയുണ്ടാകുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ചുകൂടെ വിശാലമായ ഒരു വിശ്വാസ പ്രമാണം പിന്നീട് ഉണ്ടാകുകയുണ്ടായി. അതാണ് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തിന് ശേഷം സഭ വീണ്ടും എല്ലാ മേഖലകളിലും സഭയ്ക്ക് വികാസമുണ്ടായി. ഡോഗ്മാസിൽ, ഡോക്ട്രിനിൽ, അതിൻ്റെ തിയോളജി, ദൈവശാസ്ത്രം കൃത്യതയോടെ രൂപപ്പെടുത്തുന്നതിൽ സഭയ്ക്ക് വീണ്ടും വീണ്ടും ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, ഡെവലപ്മെൻറ്റ് എന്നുള്ള പദം മനുഷ്യ ചരിത്രവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന് അല്ലെങ്കിൽ ചരിത്രകാരന്മാർക്ക്, ആന്ത്രോപോളജിസ്റ്റുകൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുമ്പോൾ മുതൽ എല്ലാ മേഖലകളിലും മനുഷ്യന് വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ വികാസം സംഭവിക്കുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ അവൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വികാസം സംഭവിക്കുന്നു. ആഹാരമുണ്ടാക്കുന്നതിൽ വികാസം സംഭവിക്കുന്നു. കായിക ക്ഷമത കൂട്ടുന്നതിൽ, വസ്ത്രധാരണത്തിൽ, സംസ്കാരങ്ങളിൽ, ഏറ്റവും പ്രധാനമായി ഭാഷയിൽ വികാസമുണ്ടാകുന്നു. ഇന്നും ആ വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനിക പരിഭാഷകൾ ബൈബിളിൻ്റേത് ഇന്നും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വികാസം എല്ലാ മേഖലയിലുമുണ്ട്. സാംസ്കാരികമായി, രാഷ്ട്രീയമായി, ചരിത്രപരമായി, ആത്മീകമായി, ദൈവാനുഭവത്തോടുള്ള ബന്ധത്തിൽ. ഇബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, പണ്ട് ദൈവം ഭാഗമായി പാർഷ്യൽ റെവലേഷൻ, അത് പിന്നീട് അത് പ്രോഗ്രസീവ് റെവലേഷൻ ആകുന്നു. അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട്, അറിവുകൾ ഓരോ ദിവസവും വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, സാങ്കേതിക വിദ്യയിലുള്ള വികാസം, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത്, എല്ലാ മേഖലയിലും എല്ലാ പഠന ശാഖകളിലും ഗവേഷണങ്ങളിലും വികാസം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ക്രിസ്തീയ ഉപദേശങ്ങളിൽ അതിനെ സമ്മറൈസ് ചെയ്യുന്നതിൽ, അതിനെ കൃത്യമായി സാംശീകരിക്കുന്നതിൽ, സഭയുടെ ലിറ്റർജിയിൽ എല്ലാത്തിലും വികാസം സംഭവിച്ചുകൊണ്ട് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തിന് ശേഷം AD 325 നിഖ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ സഭയുടെ ആദ്യത്തെ കൗൺസിൽ എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ജെറുസലേം കൗൺസിൽ കാണാനായി സാധിക്കും. എന്തിനാണ് സഭ കൗൺസിലുകൾ കൂടുന്നത്? സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൽ, കൺഫ്യൂഷനുകൾ മാറ്റുന്നതിൽ, സഭയുടെ ദൈവശാസ്ത്ര മേഖലയിലുള്ള കൺഫ്യൂഷനുകൾ, സംശയങ്ങൾ ദൂരീകരിക്കാൻ, ആ കാലഘട്ടത്തിൽ സഭ നേരിട്ട പ്രശ്നങ്ങളെ വളരെ കൃത്യമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് പരിഹരിക്കുന്നതിൽ ഒക്കെയാണ് കൗൺസിലുകൾ കൂടുന്നത്. AD 325 ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോലും ബിഷപ്പുമാർ പങ്കെടുത്ത സഭയുടെ ഔദ്യോഗിക കൂടിവരവാണ് പിന്നീട് നിഖ്യാവിശ്വാസ പ്രമാണത്തിന്. അവിടെ വെച്ചാണ് നിഖ്യാവിശ്വാസ പ്രമാണം ആ കൗൺസിൽ അംഗീകരിക്കുകയും
അത് പൊതുസഭയുടെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഔദ്യോഗിക വിശ്വാസ പ്രമാണമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ആദിമസഭാപിതാക്കന്മാർ, അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഇതിന് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടെ നാം ഈ നാളുകളിൽ ഓർത്തെടുക്കുകയാണ്. 1700 വർഷങ്ങളുടെ പാരമ്പര്യം. 2025 ഈ വർഷം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഈ വിശ്വാസം രൂപപ്പെട്ടതിൻ്റെ ആഘോഷങ്ങൾ ലോകമെമ്പാടും നടന്നു കഴിഞ്ഞു. 1700 വർഷങ്ങളായി സഭ ഏറ്റുപറയുന്ന ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത്, ചരിത്രപരമായ സാർവത്രിക സഭയുടെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ കാതോലികമായ സഭയുടെ വിശ്വാസ പ്രമാണമാണ് നിഖ്യാവിശ്വാസ പ്രമാണം. സഭാവ്യത്യാസമെന്നെ കാത്തലിക് ചർച്ച് മുതൽ ഇനി പ്രൊട്ടസ്റ്റൻ്റ് ഇവാഞ്ചലിക്കൽ സഭകൾ വരെ ഈ വിശ്വാസ പ്രമാണത്തെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ ഒരു പെൻറ്റക്കോസ്റ്റൽ പാസ്റ്റർ അദ്ദേഹം പറയുന്നു, അമേരിക്കയിലുള്ള തെളിവുകൾ നിരത്തി അമേരിക്കയിലുള്ള പല ക്രൈസ്തവ സഭകളും പെൻറ്റക്കോസ്റ്റൽ സഭകളും, പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് പോലെയുള്ള അമേരിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡ്, അവരൊക്കെ തന്നെ പലരും, അത് പൊതുവായിട്ടല്ല എല്ലാവരുമല്ല, പക്ഷേ ആ സഭയിൽപ്പെട്ട തിയോളജിയൻസ് നിഖ്യാവിശ്വാസ പ്രമാണത്തോട് വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ നിഖ്യാവിശ്വാസ പ്രമാണം ഔദ്യോഗികമായി മുഴുവനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പെൻറ്റക്കോസ്റ്റൽ സഭകൾ ഇത് ഏറ്റുപറയുന്നത് കാണാനായി സാധിക്കും. എല്ലാവരുമല്ല, കുറച്ചാളുകൾ. ഇപ്പോൾ ഒരു വലിയ മാറ്റം പലയിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വാസത്തെ സമ്മറൈസ് ചെയ്ത് കൃത്യമായി യാതൊരു ഹെററ്റിക്കൽ ടീച്ചിങ്സുമില്ലാതെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ ചുരുക്കം വാക്കുകളിൽ ആഴത്തിൽ കിടക്കുന്ന വലിയ അർത്ഥതലങ്ങളുള്ള വളരെ ശ്രദ്ധയോടെ വ്യാഖ്യാനിക്കേണ്ട സഭയുടെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളെ കൃത്യമായി ആ കൗൺസിൽ AD 325 കൂടിയ നിഖേൽ കൂടിയ കൗൺസിൽ അംഗീകരിച്ച് സഭയ്ക്കു വേണ്ടി ദാനം നൽകുകയാണ്. ആ നിഖ്യാവിശ്വാസ പ്രമാണം ഞാനൊന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം അതിൻ്റെ വേദപുസ്തകപരമായ അല്ലെങ്കിൽ സ്ക്രിപ്ചറിൽ ഉള്ള അതിൻ്റെ കണക്ഷൻ അതുകൂടെ ചേർത്ത് പറഞ്ഞ് ഇന്നത്തെ ഈ ലൈവ് അവസാനിപ്പിക്കാം. ഇങ്ങനെയാണത് ആരംഭിക്കുന്നത്. പിതാവായ സർവശക്തനായ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസ പ്രമാണം വ്യക്തി കേന്ദ്രീകൃതമല്ല. ക്രൈസ്തവ സഭയുടെ വിശ്വാസം ഇൻഡിവിജ്വലായിട്ടുള്ള വിശ്വാസമല്ല. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിപരമാണ് എന്ന് ഒരു സൈഡിൽ പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ വിശ്വാസ പ്രമാണം സഭയുടെ പൊതുവായ വിശ്വാസമാണ്. സഭയെന്ന് പറയുന്നത് ഏകമാണ്, ഒരു ശരീരമാണ് സഭ. സഭയൊരു സമൂഹമാണ്, എക്ലീഷ്യ. അപ്പോൾ ആ സഭയുടെ പൊതുവായ വിശ്വാസമാണ്. സഭയുടെ വിശ്വാസം ഇൻഡിവിജ്വൽ അല്ല, സഭയുടെ വിശ്വാസം പൊതുവാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഐ എന്ന്
ഉപയോഗിക്കാതെ പ്ലൂറലായി വി ഉപയോഗിച്ചുകൊണ്ടാണ് നിക്യ വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ രക്ഷ, പേഴ്സണൽ സാൽവേഷൻ എന്ന ഒരു പഠിപ്പിക്കൽ ഓർത്തഡോക്സിയുടെ ഭാഗമല്ല. ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ ഓർത്തോഡോക്സ, ഒരു സഭയുടെ പേരല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുണ്ട്, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, ഓറിയൻ്റൽ ഓർത്തഡോക്സ്, ബൈസാൻഡിയൻ ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ്. ആ ഓർത്തഡോക്സ് അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓർത്തോഡോക്സ, ഓർത്തോ ശരിയായ, ഡോക്സ സ്തുതി, പ്രൈസ്, സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയുടെ വിശ്വാസം. സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയുടെ വിശ്വാസം അനുസരിച്ച് രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല. റിഫോംഡ് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ സഭകളുടെ വിശ്വാസമനുസരിച്ച് രക്ഷ വ്യക്തിപരമാണ്. എന്നാൽ സാർവത്രികമായ സഭയുടെ വിശ്വാസമനുസരിച്ച് ഏകവും പരിശുദ്ധവുമായ സഭയിൽ രക്ഷയെന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ എഫക്റ്റാണ്. പിതാവായ സർവശക്തനായ, നമുക്കറിയാം തൃത്വവിശ്വാസം സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആരാധനകളിലും ശുശ്രൂഷകളിലും എന്ത് ചെയ്താലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ എന്ന് പറയുമ്പോൾ കൃത്യമായ ദൈവശാസ്ത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ദൈവശാസ്ത്രം. ഇതിൻ്റെ 1-ാം വരി വായിക്കുമ്പോൾ ഇവിടെ പിതാവായ സർവശക്തനായ, പിതാവാണ്. യേശു തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട്. യേശുവിൻ്റെ ഓരോ വാക്കുകളിലും തൻ്റെ പിതാവിനെ കൃത്യമായി വരച്ചു കാണിക്കുകയും ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടമാണെന്നും ആ മിഷനാണ് ഞാൻ നിറവേറ്റുവാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും യേശു കൃത്യമായി പറയുന്നു. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. യേശു ഭൂമിയിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു കാൽവറി ക്രൂശിൽ മരിച്ചതിനേക്കാൾ ഇൻകാർണേഷനാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തോട് സമനാണ്. സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഓർത്തോഡോക്സിയാണ് ഞാൻ പറയുന്നത്. മലിനമാക്കപ്പെട്ട ഒരു വിശ്വാസം കൂടെയൊക്കെ നമ്മുടെ ഇടയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഷുഗർ കോട്ടഡ് എന്നൊക്കെ പറയും. പുറത്ത് നല്ല മധുരമാണ്, എന്നാൽ അകത്ത് വിഷമാണ്. അത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. എന്താണത്? ഈ നവീകരണത്തിൻ്റെ ഫലമായി ഇത് പറയുമ്പോൾ 1700 വർഷത്തെ നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ജൈത്രയാത്ര ആഘോഷിക്കുന്ന 2025 ലൂഥറിൻ്റെ നവീകരണത്തിലല്ല നിഖ്യാവിശ്വാസ പ്രമാണം ഉണ്ടായത്. ഇന്നലെ ഞങ്ങൾ ചില സുഹൃത്തുക്കൾ ചർച്ച ചെയ്തപ്പോൾ മാർട്ടിൻ ലൂഥറിനെ ഇവിടെയുള്ള പല ആളുകളും മഹത്വവൽക്കരിക്കുന്നത് കാണാം. ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ ഭാഗമല്ലെങ്കിലും ലൂഥറിനെ മഹത്വവൽക്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ലൈബ്രറികളിൽ ഇരിക്കുന്ന ലൂഥറിൻ്റെ ഒരു മുഖം മാത്രമാണ് വരച്ച് കാണിക്കുന്ന പുസ്തകങ്ങളാണുള്ളത്. ലൂഥറിൻ്റെ മറ്റൊരു മുഖം, അല്ലെങ്കിൽ ലൂഥറിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിം കളിച്ച ആ പൊളിറ്റിക്കൽ ഗെയിം ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞ. അപ്പോൾ ഈ നിഖ്യാവിശ്വാസ പ്രമാണം ലൂഥർ ഉണ്ടാക്കിയതല്ല. ലൂഥറിന് യാതൊരു പങ്കുമില്ല. എന്നാൽ പലപ്പോഴും മലിനമാക്കപ്പെടുന്ന ആദിമസഭയുടെ വിശ്വാസം
അത് എങ്ങനെ മലിനമായെന്ന് ചോദിച്ചാൽ പാശ്ചാത്യവൽക്കരണത്തിലൂടെ മലിനമായിക്കൊണ്ടിരിക്കുന്നു. പാശ്ചാത്യവൽക്കരണം അത് വലിയൊരു പ്രശ്നമാണ്. വെസ്റ്റേൺ തിയോളജിയുടെ വലിയ ഇൻഫ്ലുവൻസ് അമേരിക്കയിലും മറ്റുമുള്ള സെമിനാരികളിൽ നിന്ന് പുറത്തു വരുന്ന പുസ്തകങ്ങൾ, തീസിസുകൾ, അവരുടെ പഠിപ്പിക്കലുകൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിയന്ത്രണമില്ലാത്ത കടന്നുകയറ്റം ശരിയായ ദൈവശാസ്ത്രത്തെ മലിനമാക്കി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പേടിയുമില്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. മറ്റൊരു അവസരത്തിൽ എങ്ങനെയാണ് വളരെ പ്യുവറായിരുന്ന ആദിമ സഭയുടെ ദൈവശാസ്ത്രത്തെ അമേരിക്കൻ വെസ്റ്റേൺ തിയോളജി മലിനമാക്കിയത് എന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് ആ വിഷയത്തിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത ചില സ്കോളേഴ്സിനെ നമ്മുടെ നടുവിലേക്ക് ക്ഷണിച്ച് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമുക്കെല്ലാം അതിൻ്റെ അകത്തൊരു നമുക്കതെല്ലാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടാക്കാം. പിതാവായ സർവശക്തനായ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വെസ്റ്റേൺ തിയോളജിയുടെ സ്വാധീനത്തെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആദിമസഭയുടെ തൃത്വവിശ്വാസത്തിന് എതിര് നിൽക്കുന്നതായ ചില വിശ്വാസങ്ങളെ പലപ്പോഴും നാം ആലിംഗനം ചെയ്യാറുണ്ട്. പാട്ടുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെയൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അറിഞ്ഞുമറിയാതെയും നാം പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജമായ ദൈവശാസ്ത്രത്തിന് അടിമയായി പോകാറുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് തൃത്വവിശ്വാസത്തിന് എതിരായ ഇത്തരം പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ കടന്നുകയറ്റത്തെ ശ്രദ്ധയോടെ, കരുതലോടെ, ജാഗ്രതയോടെ സമീപിക്കുകയും അതിനെ നോക്കിക്കാണുകയും ചെയ്യേണ്ടത് ആദിമസഭയുടെ സത്യവിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള കടമയാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ പ്രഖ്യാപിക്കുന്ന പിതാവായ സർവശക്തനായ, പിതാവ് സർവശക്തനാണ് എന്ന് പറയുമ്പോൾ സോഴ്സ് ഓഫ് ക്രിയേഷൻ, സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ എന്നൊരു ധ്വനി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൃത്യമായത് പറയുന്നുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും സീൻ ആൻഡ് അൺസീൻ, കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവം, ദ വൺ ട്രൂ ഗോഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി, ഇൻക്ലൂസീവ് ഫെയ്ത്ത് ആണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ഫെയ്ത്ത് അല്ല. എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്ന, പലരെയും പലതിൻ്റെയും പേരിൽ കാരണം ചൊല്ലി എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂഷൻ്റെ തിയോളജി അല്ല, ഇൻക്ലൂഷൻ്റെ തിയോളജിയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഈ വിശ്വാസം ഏറ്റുപറയുന്ന ആരൊക്കെയുണ്ടോ, ചിലപ്പോൾ പല പാരമ്പര്യങ്ങളിലായിരിക്കും അവർ ഊന്നിയിരിക്കുന്നത്. ലോകത്തിൽ എത്രയോ സഭകളാണുള്ളത്. പുതിയ പുതിയ സഭകൾ രൂപപ്പെടുന്നു. ഞാൻ പറഞ്ഞു, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റൽ സഭകൾ പോലും നിക്യാവിശ്വാസ പ്രമാണത്തോട് ആഭിമുഖ്യം പുലർത്തി കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. കേരളത്തിലെ ഒരു പ്രമുഖനായ പെൻറ്റക്കോസ്റ്റൽ ലീഡർ
അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പരസ്യമായി അത് സമ്മതിച്ചത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നു, വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. വൺ ട്രൂ ഗോഡ്. നമുക്കറിയാം മോഡലിസത്തിൻ്റെയും ഒക്കെ സ്വാധീനം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞ പാട്ടുകൾ, സഭയ്ക്ക് മനോഹരമായ പാട്ടുകളുണ്ട്, എല്ലാ സഭകൾക്കും ഉണ്ട്. എന്നാൽ അത് പോരാഞ്ഞിട്ട് പാട്ട് പാടുന്നത് നല്ലതാണ്. ആരാധനയുടെ ഭാഗമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ പാട്ടുകൾ പാടി. നമുക്കറിയാം വളരെ പ്രസിദ്ധമായ പല പാട്ടുകൾ, ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇവിടെ പാട്ടുകളെ അനലൈസ് ചെയ്യുവല്ല. പക്ഷേ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പാട്ടുകളിലൂടെയും, നമുക്കറിയാം ലിറ്റർജി എന്ന് പറയുമ്പോൾ തന്നെ പാട്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, പാട്ടുകൾ, ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കൃത്യമായ ദൈവശാസ്ത്രം സമ്മറൈസ് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ലിറ്റർജിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലിറ്റർജിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിലെ എല്ലാം നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കാൻ സാധിക്കുക? കൃത്യമായി ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന, ക്രിട്ടിക്കലി സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്കൊരിക്കലും 66 പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മുഴുവനും ദൈവവചനമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ടാണ് പല സഭകളും അവരുടെ ഓർഡിനേഷൻ ശുശ്രൂഷകളിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ലിറ്റർജി അവർ ഓർഡൈൻ ചെയ്യപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്നത്, അവരുടെ ലിറ്റർജിയാണ് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് വളരെ സംഗ്രഹിച്ചുകൊണ്ട് ആവശ്യമുള്ള ക്രമീകൃതമായ കൃത്യമായ ദൈവശാസ്ത്രം, ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ പഠിപ്പിക്കലുകൾ വളരെ ഓർഡറായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇല്ലാത്ത സഭകൾ അതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടതും അത് ഉൾപ്പെടുത്തേണ്ടതുമാണ് എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ്, ഭിന്നിച്ച് നിൽക്കേണ്ട കാലമല്ല. വിശ്വാസ പ്രമാണം നമ്മെ ഒരുമിപ്പിക്കുന്നു. AD 325 ലോകവ്യാപകമായുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടി. ഇന്നും അതുകൊണ്ട് തന്നെ ഇതൊരു എക്യുമെനിക്കൽ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊരു നല്ല ബുക്ക് തന്നെ ഉണ്ട്, കൺഫസിങ് ദ വൺ ഫെയ്ത്ത് എന്ന് പറയുന്നൊരു ബുക്ക്, ആൻഡ് എക്യുമെനിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദി അപ്പോസ്തോലിക് ഫെയ്ത്ത് ആസ് ഇറ്റ് ഈസ് കൺഫസ്ഡ് ഇൻ ദി നൈസിയൻ കോൺസ്റ്റാന്റിനോപ്പിളിറ്റൻ ക്രീഡ് എന്ന് പറയുന്നൊരു പുസ്തകം ഫെയ്ത്ത് ആൻഡ് ഓർഡർ സ്റ്റഡി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് CSS കൂടെ ചേർന്നത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആ ബുക്ക്. ഇങ്ങനെ കാണിച്ചാൽ ഇതൊരു വളരെ പഴയ പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് കൃത്യമായി ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തെ കൃത്യമായി ഈ പുസ്തകത്തിൽ, ഇതൊരു വളരെ പഴക്കമുള്ള പുസ്തകമാണ്, ഇപ്പോഴും ഇത് തിരുവല്ലയിൽ CSSൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൺഫസിങ് ദ വൺ ഫെയ്ത്ത് എന്നാണ്. ഒറ്റ വിശ്വാസമേ ഉള്ളൂ, നമുക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ഒരു സഭയേ ഉള്ളൂ. വൺ ഫെയ്ത്ത്, വൺ ചർച്ച്, വൺ ബാപ്റ്റിസം. അതുകൊണ്ട് കൃത്യമായി ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ സഭകളിലും, ലോകമാസകലുമുള്ള എല്ലാ സഭകളിലും ഒറ്റ വിശ്വാസമേ പറയാവൂ, ഒറ്റ ഡോക്ടറിനെ പറയാവൂ, ഒറ്റ തിയോളജിയെ ഉണ്ടാവും. അടിസ്ഥാനപരമായി വേറെ പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, പാരമ്പര്യങ്ങളിൽ ഒക്കെ വ്യത്യാസമുണ്ട്, അഡ്മിനിസ്ട്രേഷനിൽ വ്യത്യാസമുണ്ട്, വെസ്റ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതിൽ വ്യത്യാസമുണ്ട്, വെസ്റ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് കൺഫസിങ് ദ വൺ ഫെയ്ത്ത് കൃത്യമായി പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, തൃത്വവിശ്വാസം ഊന്നിപ്പറയുന്ന പ്രഖ്യാപനങ്ങൾ, അതാണ് നിഖ്യാവിശ്വാസ പ്രമാണം. എന്നാൽ ഈ നിഖ്യാവിശ്വാസ പ്രമാണം ഒരു അടിസ്ഥാനമായിരിക്കെ നമ്മുടെ പാട്ടുകളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളും ഉൾപ്പെടെ ഈ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്.
എനിക്ക് വാക്യങ്ങൾ വായിക്കാനുള്ള സമയമില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11:6, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം വൺ ട്രൂ ഗോഡ്, ഏക സത്യ ദൈവത്തെക്കുറിച്ച് അവിടെ നിന്നാണ് ഈ ഒരു വേർഡ് എടുക്കുന്നത്. വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. ഏക സത്യ ദൈവം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഏക സത്യ ദൈവം എന്ന് പറയുന്നത് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് നമുക്കറിയാം. എന്നാൽ അവിടെയാണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടപ്പോൾ ഒരു ഡോക്ടറേറ്റുള്ള ആൾ അദ്ദേഹം പറയുകയാണ്, ഈ തൃത്വവിശ്വാസം സഭയുടെ ചരിത്രത്തിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. അത് ശരിയാണ്, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഒരുപാട് കൗൺസിലുകൾ ഡിസ്കസ് ചെയ്തു. ഇന്നും വലിയ പ്രശ്നം തന്നെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പറയാണ്, ഇത് ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളാണ്, മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ വാക്ക് നമ്മൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്യണം. 3 വൺ ട്രൂ ഗോഡ് എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇവർ 3 പേരും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാണ്. എസൻസിൽ ഊസിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്കിൽ, നമുക്കറിയാം. അവർ സ്നേഹത്തിലും സ്വഭാവത്തിലും നേച്ചറിലും ആ ബന്ധം, റിലേഷൻഷിപ്പാണ്. സ്നേഹം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനാണ് പുതിയ നിയമത്തിൽ പ്രാധാന്യമുള്ളത്. ആരാധന എന്ന് പറയുന്നത് തന്നെ ആ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിനാണ് പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത്. അതാണ് യേശു പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ പിതാവാണ് അയച്ചത്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് അയച്ചത്, എന്നാലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണെന്ന് പറഞ്ഞ് ഗതസമനയിൽ കണ്ടോ. ഒരു ബന്ധമാണ്, ബന്ധത്തിനാണ് പ്രാധാന്യം, റിലേഷൻഷിപ്പ്. അല്ല, പുതിയ നിയമത്തിൽ പാട്ടുപാടിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരുമിച്ച കൂടിച്ചേരൽ, വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി, അത് നമ്മുടെ കാതുകളിൽ കേട്ട് അത് നമ്മുടെ ബുദ്ധിയിൽ ചെന്നുറയ്ക്കാൻ വേണ്ടിയാണ് പാട്ടുകൾ പാടുന്നത്. അതുകൊണ്ടാണ് പാട്ടുകളിലെ ദൈവശാസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പാശ്ചാത്യരെഴുതിയ പാട്ടുകളെല്ലാം പാടിയാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മുടെ പ്രശ്നം സായിപ്പ് എഴുതിയതാണല്ലോ, അതുകൊണ്ട് പാടിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഖ്യാവിശ്വാസ പ്രമാണം ലൂതറിൻ്റെ സംഭാവനയൊന്നുമല്ല, മാർട്ടിൻ ലൂതറിൻ്റെ സംഭാവനയല്ല. ഇത് AD 325 അല്ലേ, അന്ന് രൂപപ്പെടുത്തിയ കൃത്യതയുള്ള ഉപദേശമാണ്, പ്രഖ്യാപനമാണ്. കൺഫെസിങ് ദ വൺ ട്രൂ ഫെയ്ത്ത് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ അപ്പോസ്തോലിക് ചർച്ച്. അതുകൊണ്ടാണ് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തെ കുറച്ചുകൂടെ, അപ്പോസ്തോലിക് ക്രീഡ് നമുക്കുണ്ട്, അപ്പോസ്തോലിക് ക്രീഡിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ടാണ് നിഖ്യാ വിശ്വാസ പ്രമാണം ആരാധനകളിൽ, പൊതു ആരാധനകൾ ഉപയോഗിക്കുന്നത്. CSI സഭയുടെ പല ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ബാപ്റ്റിസത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, അപ്പോസ്തോലിക് ക്രീഡ് വായിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് പ്രശ്നമില്ല. എന്നാൽ ആരാധനകളിൽ വായിക്കുന്നത് അല്ലെങ്കിൽ കൺഫസ് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത് നൈസിൻ ക്രീഡ്. അപ്പോൾ ഈ 1-ാമത്തെ സെൻറ്റൻസിൽ തന്നെ വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്, അവിടെ ട്രിനിറ്റേറിയൻ ഫെയ്ത്തിൻ്റെ ഡിക്ലറേഷൻ. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ദേ ആർ വൺ. ആ വണ്ണസ്സാണ്, ആ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം. ഏകാധിപതിയായ ഒരു ദൈവത്തെ അല്ല ക്രിസ്ത്യൻ തിയോളജി, ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കുന്നത്. ഏകാധിപതിയായിട്ടിരുന്നു കൊണ്ട്, ഹിറ്റ്ലറെ പോലെ ഇരുന്നു കൊണ്ട്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടോണം, എൻ്റെ കൽപ്പനയെല്ലാം പാലിച്ചോണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊല്ലുമെന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ അല്ല നിങ്ങൾക്ക് കാണുന്നത്. അങ്ങനൊരു ദൈവസങ്കല്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാം, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ കാണാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ എന്താ കാണുന്നത്? യഹോവയായ ദൈവം പറയുകയാണ്, എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ മതി, അവിടെ വലിയ കൊലയാണ് നടക്കുന്നത്.
ഞാനതിലേക്ക് പോകുന്നില്ല. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന, അനാലിസിസ് നടത്തുന്ന, അല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലി പഠിക്കുന്ന ആളുകൾക്കത് വളരെ പ്രയോജനപ്രദമാകുന്ന കാര്യമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. എൻ്റെ ഓരോ ടോക്കിലും ആ ഒരു ഭാഗങ്ങൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ആ ഒരു റെവലേഷനിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ആളുകൾ, ഈ കാലഘട്ടത്തിലും ആളുകൾ ബൈബിളിനെ കാണുന്നതും ദൈവത്തെ കാണുന്നതും ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണുന്നതുമൊക്കെ. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പലപ്പോഴും പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് യേശു പഠിപ്പിച്ച പിതാവായ ദൈവത്തെ അല്ല. തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെൻറ്റിലുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുണ്ട്, തിയോളജിയിലുണ്ട്, റിലീജിയനിലുണ്ട്. പക്ഷെ ഒരു പ്രയോജനവുമില്ല ഇതുവരെ യേശു പഠിപ്പിച്ച പിതാവായ ദൈവത്തെ മനസ്സിലാക്കാതെ പഴയ നിയമത്തിൽ കിടന്ന് കറങ്ങുന്ന മോശയുടെ പുസ്തകം കൊണ്ട് ഇരിക്കുന്ന ആളുകളാണ് ഇന്ന് പലരും. ഏകാധിപതിയായ ന്യൂ ടെസ്റ്റ്മെൻ്റ് അതല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം ഒരുമിച്ച് ആ ട്രിനിറ്റേറിയൻ ഡാൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ മൂന്ന് പേരും സ്നേഹത്തിൻ്റെ നൃത്തമാടുകയാണ്. ആ റിലേഷൻഷിപ്പിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അപ്പം അത് ട്രിനിറ്റി പറയാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പോകണം, ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഫാദർ ഓൾമൈറ്റി, അതിനും വാക്യം വളരെ കൃത്യമായിട്ടുണ്ട്. 1 കൊരിന്ത്യർ 8:6, വെളിപ്പാട് പുസ്തകം 1:8 കൃത്യമായിട്ടത് പറയും. പിന്നെന്താ പറയുന്നത്? മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, കൃത്യമായ വാക്യമുണ്ട്. എക്സഡോസ് 20:11, പുറപ്പാട് പുസ്തകം 20:11, ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിലൊക്കെ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഇത് ഓരോ വരികളും എടുത്തിട്ടുള്ളത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ക്രിപ്ചറിലെ വാക്യങ്ങളുടെ ബേസിലാണ്. ആൻഡ് ഓഫ് ഓൾ തിങ്സ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, അത് വളരെ കൃത്യമായിട്ട് കൊലോസ്യ ലേഖനം, കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ കൊലോസ്യർ 1:16, ഇരമ്യാവ് 32:17 എല്ലാം കൃത്യമായിട്ട് പറയും. ആൻഡ് ഇൻ ദ വൺ ലോർഡ്, അടുത്തതാണ് ഇനിയും അടുത്ത, ദൈവത്തിൻ്റെ ഏകപുത്രൻ. ഏകപുത്രൻ, ഇത് ഈ മലയാളത്തിൽ വായിക്കുമ്പോഴുള്ള പ്രശ്നം. ഒറിജിനലി ഇത് ഗ്രീക്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. ആൻഡ് ഇൻ ദ വൺ ലോർഡ്, അപ്പോസ്തല പ്രവൃത്തി 10:36, ഒരു കർത്താവ്. ഈ പഴയ നിയമത്തിൽ ഒരുപാട് കർത്താക്കന്മാരുണ്ട്, പുതിയ നിയമത്തിൽ ഒരു കർത്താവേ ഉള്ളൂ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ തന്നെ പല രീതിയിലുള്ള, ഞാൻ എല്ലാം ഇവിടെ പറയാൻ പറ്റുകയില്ല, കാരണം അത് വേറൊരു ഭാഗമാണ്. നമ്മൾ സാധാരണ JEDP തിയറിയൊക്കെ പഠിക്കുമ്പോൾ യാഹ്വിസ്റ്റിക് അതുപോലെ ലോഹിസ്റ്റിക് സോഴ്സുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പല രീതിയിലാണ്. അത് എങ്ങനെ ഇവിടെ പറയണം, ഇവിടെ അത് പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വിഷയം അതല്ല. ഏക കർത്താവ്, ഒരുപാട് കർത്താക്കന്മാരുണ്ട്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരെ ന്യായം വിധിക്കുന്നു. എലോഹിസ്റ്റിക്, യാഹ്വിസ്റ്റിക്, ഒരുപാട് കർത്താക്കന്മാർ നിന്ന് പല രീതിയിൽ കർത്തൃത്വം നടത്തുകയാണ്. എലോഹിസ്റ്റിക് കർത്താവ് നിന്ന് അങ്ങനെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ വളരെ സ്നേഹത്തോടെ വഴി നടത്തുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ, യാഹ്വിസ്റ്റിക് കർത്താവ് എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും എന്താ പറയുന്നത്, ഒരു ന്യായപാലനം ചെയ്യുന്ന ഒരു ജഡ്ജിനെ പോലെ, യാതൊരു നമ്മൾ പറയുന്ന പോലെ യാതൊരു ദയവുമില്ലാതെ ഇങ്ങനെ, അങ്ങനെ ഒരു രംഗം കാണാം. അപ്പം രണ്ട് സോഴ്സുകൾ നമുക്കതറിയാം, യാഹ്വിസ്റ്റിക് ആൻഡ് എലോഹിസ്റ്റിക് സോഴ്സുകൾ. ഞാനിവിടെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് പല കർത്താക്കന്മാർ നമുക്കുണ്ടല്ലോ, പല ഗുരുക്കന്മാർ നമുക്കുണ്ടല്ലോ, പക്ഷേ അല്ലേ പൗലോസ് പറയുന്നുണ്ട്. അപ്പം പല കർത്താക്കന്മാരും ഉണ്ടായിരുന്നു. അത് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കണക്ഷനിലാണ് പൗലോസ് സംസാരിക്കുന്നത് എന്നാണ് അതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. ഇവിടെ ഫിലോസഫി വളരെ ശക്തമായി, ഫിലോസഫി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം ഈ വേദപുസ്തക സംഭവങ്ങൾ നടക്കുന്ന, പ്രത്യേകിച്ച് പുതിയ നിയമ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഗ്രീക്ക് ഫിലോസഫിയുടെ, പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം, പ്ലേറ്റോയുടെ സ്വാധീനം ഭയങ്കരമാണ്. യേശുവിനെ പോലും സ്വാധീനിച്ചിട്ടുള്ള ഒരു ഫിലോസഫറാണ് പ്ലേറ്റോ. ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇതൊക്കെ യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന പ്ലേറ്റോയുടെ ഫിലോസഫി
ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകാശം, ഞാൻ വെളിച്ചമാകുന്നു അല്ലേ, ദൈവത്തെ വെളിച്ചത്തോടും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ഇതൊക്കെ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ യേശു പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇടയന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുവെന്നൊക്കെ, ഈ നല്ല ഇടയൻ ആരാണെന്നൊക്കെ, നല്ല ലീഡർ ആരാണെന്നൊക്കെ ഈ പ്ലേറ്റോ പറഞ്ഞു വെക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു നല്ല ഇടയനെ കാണാൻ സാധിച്ചില്ല. യേശു പറയുകയാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ തന്നെയാണ് ആ നല്ല ഇടയൻ. ദൈവം കൊടുക്കുന്ന ജ്ഞാനമാണ് ഫിലോസഫേഴ്സിന്, ചിന്തകർക്ക്, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ദൈവികമായ ചിന്തകൾ തന്നെയാണ് ഫിലോസഫി എന്ന് പറയുന്ന ഫിലോസോഫിയ. സ്നേഹത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്ന ആ സ്നേഹത്തോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആണ് ചിന്തിക്കുന്നത്. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, എസൻസ് പ്രകാശത്തിൽ നിന്ന് തന്നെയാണ്, അതാ എസൻസാണ്. പിതാവിൽ നിന്ന് ജനിച്ചവൻ. അവിടെയൊക്കെ ഒരുപാട് ദൈവശാസ്ത്രപരമായ കൺഫ്യൂഷൻസിന് ഈ ഓരോ ഈ നിത്യാവിശ്വാസ പ്രമാണത്തിലെ ഓരോ വരികളും ഓരോ വാക്കുകളും ആ കാലഘട്ടത്തിലെ ഹെററ്റിക്കൽ ടീച്ചേഴ്സിനുള്ള ഒരു വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. അത് പലരും അറിയുന്നില്ല. ദുരുപദേഷ്ടാക്കന്മാർക്ക് കൃത്യമായി മറുപടി കൊടുക്കുകയാണ്. ഫിലോസഫേഴ്സിന് അവരുടെ ഫിലോസഫിക്കൽ ഐഡിയയും തിയോളജിയും തമ്മിൽ ഉള്ള ബന്ധത്തെ കാണിച്ചു കൊടുക്കുക. ഫിലോസഫിയും തിയോളജിയും എപ്പോഴും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. തത്വചിന്തയും ദൈവശാസ്ത്രവും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഫിലോസഫി, അത് ഞാൻ വളരെ ലേറ്ററായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഞാൻ ചിന്തിച്ചത് ഈ ഫിലോസഫിയൊക്കെ പഠിക്കുന്നത് പലപ്പോഴും കുറച്ച് ആളുകളുടെ മുന്നിലൊക്കെ കുറച്ച് ആളാകാൻ വേണ്ടി ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഫിലോസഫിക്കൽ തോട്ടൊക്കെ കേൾക്കുമ്പോൾ ആളുകളൊന്ന് നമ്മളെക്കുറിച്ചൊരു വലിയ മതിപ്പുണ്ടാകും. പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഈ ഫിലോസഫി ആൻഡ് തിയോളജി ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എല്ലാം ഫിലോസഫിക്കലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് മൊത്തം ഫിലോസഫിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നത്. ഗ്രീക്ക് ഫിലോസഫി, ആ ഗ്രീക്ക് ഫിലോസഫിയുടെ ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാനും, അല്ലെങ്കിൽ ഫിലോസഫിയും തിയോളജിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇത് ജ്ഞാനമാണ്, ദൈവം കൊടുത്തത് തന്നെയാണ്. അല്ലെ, അപ്പോസ്തലന്മാർക്കും നമുക്ക് ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമല്ല ദൈവജ്ഞാനം കൊടുക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർക്ക് ജ്ഞാനം കൊടുത്തത് ദൈവമാണ്. ഫിലോസഫേഴ്സിന്, നല്ല ഭരണകർത്താക്കൾക്ക്, നല്ല അധ്യാപകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്, വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ജ്ഞാനം കൊടുത്തത് ദൈവമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ ലോകത്തുള്ള എല്ലാ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ ശുശ്രൂഷകളെ ദൈവം, അവരുടെ സർവീസ് അവർ തരുന്നത് ദൈവികമായൊരു ശുശ്രൂഷയാണ്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. വൈകിപ്പോയെങ്കിൽ കൂടെ നമ്മൾ നിത്യാവിശ്വാസ പ്രമാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ചിന്തകൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ആൻഡ് ഇൻ ദ വൺ ലോഡ്, അതാണ് ഞാൻ പറഞ്ഞത്, പല കർത്താക്കന്മാരും ഉണ്ട്. പൗലോസ് തന്നെ അത് കോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒറ്റ ലോഡാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരുപാട് കർത്താക്കന്മാരുള്ള ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലാണ്. അത് ഏത് കർത്താക്കന്മാരാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, അവിടെ പല സോഴ്സുകൾ നമുക്ക് കാണാം. പലതരത്തിലുള്ള ലീഡർഷിപ്പ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ, ഇസ്രായേലിൻ്റെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും, ഉസിയ, എസൻസ്, ദ സെയിം എസൻസ് ആണ്. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. ഈ കഴിഞ്ഞിടെ ഒരു വീഡിയോ ഒരാൾ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് കണ്ടു. യേശു ദൈവമല്ല, യേശു ക്രിസ്തു ദൈവമല്ല. ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം ദൈവദാസൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസൻ, സുവിശേഷ വേല ചെയ്ത ദാസൻ. പക്ഷേ ആ ദാസന് യാതൊരു ബോധവുമില്ല. യേശു ദൈവമല്ല. എന്ത് ദാസനാണ് അദ്ദേഹം? യേശു ക്രിസ്തു ദൈവമല്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അതിൻ്റെ അടിയിലുണ്ട്, ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. 10, 75, 80 ഇടയ്ക്ക് വയസ്സുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ചോദിച്ചിട്ട് എന്ത് കാര്യം, ഇത്രയും പ്രായമുള്ള ആളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, വലിയ ചെറുപ്പക്കാരായിരുന്നെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമായിരുന്നു. ചില ആളുകൾ പറയും യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ നടുവിൽ കൃത്യമായ അന്നത്തെ ഒരു പശ്ചാത്തലം, നോസ്റ്റിസിസം, ജ്ഞാനവാദം
തുടങ്ങി ഒരുപാട് വാദങ്ങൾ, നോസ്റ്റിസിസം മാത്രമല്ല, ഒരുപാട് ഇസങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, കണ്ടോ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, എത്ര കൃത്യമാണ്. ലൈറ്റ് ഓഫ് ലൈറ്റ്, വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. ഇതൊക്കെ ഇതിൻ്റെ ഗ്രാമറും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ഭാഷാശുദ്ധിയും എല്ലാം വരുത്തിയാണ്. ഭാഷാശുദ്ധി വരുത്തി, ഗ്രാമർ ശുദ്ധി വരുത്തി. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാക്ക്, ഒരു ഇൻ, ഒരു ഓഫ്, എന്തെങ്കിലും ഒന്ന്, ഓൺ, എന്തെങ്കിലും ഒന്ന് മാറിയാൽ ദൈവശാസ്ത്രം മുഴുവനും, ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് മൊത്തം മാറുകയാണ്, അല്ലേ? ഉണ്ടോ? സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. ഒന്നുകൂടെ വായിക്കാം. സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. സൃഷ്ടിയല്ല, ക്രിയേഷനല്ല. അതാണ് അതിൻ്റെ അത്ഭുതം. ക്രിയേഷനല്ല, അതാണ് അതിൻ്റെ അത്ഭുതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻകാർണേഷൻ തന്നെ ഒരു അത്ഭുതമാണ്. യേശു ഭൂമിയിൽ വിശുദ്ധ കന്യക മറിയാമിൻ്റെ ഉദരത്തിൽ ജന്മം കൊണ്ടപ്പോൾ തന്നെ മനുഷ്യവർഗവും ദൈവവുമായിട്ടുള്ള റെക്കൺസിലിയേഷൻ, നിരപ്പ് വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കല്ല. അക്ഷരാർത്ഥത്തിൽ എടുക്കലെന്ന് പറഞ്ഞാൽ അതിനെ ശരിയായ രീതിയിൽ എടുക്കണം. അത് ഭൂമിയിൽ സ്വർഗം ഭൂമിയെ ചുംബിച്ചു, സ്വർഗം ഭൂമിയെ ചുംബിച്ചു. ഇൻകാർണേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ, ഇൻകാർണേഷൻ തന്നെ അത്ഭുതമല്ലേ? ഇൻകാർണേഷൻ തന്നെ അത്ഭുതമാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇൻകാർണേഷൻ. അപ്പോൾ തന്നെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി പറയാം, അല്പം ഒരു വിവാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഇൻകാർണേഷൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷേ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് എഴുന്നേറ്റുന്ന യഹൂദന്മാരെ നിശിതമായി അവരുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് അവരുടെ ഹൃദയം കീറുമാറ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ചവനും, നിങ്ങളാണ് ഈ പണി കാണിച്ചത്. യേശുവിൻ്റെ വാക്കുകൾ അവരെ ചൊടിപ്പിച്ചു കളഞ്ഞു. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. പിതാവിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത, എന്താണ് പിതാവെന്ന് പോലും അറിയാൻ വയ്യാത്ത ഈ ജനത്തോട് ആരാണ് തൻ്റെ സ്വർഗത്തിലെ അപ്പനെന്ന്, പിതാവെന്ന് കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്തു. ഉപമകളിലൂടെ, കഥകളിലൂടെ, താൻ ചെയ്ത ഓരോ അത്ഭുതങ്ങളിലൂടെ കൃത്യമായി പിതാവ് ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. പിതാവിൻ്റെ രാജ്യം എന്താണ്, ദൈവരാജ്യം എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതൊരു പിടിച്ചടക്കലിൻ്റെ രാജ്യമല്ല, വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ട് വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന രാജ്യമല്ല. നിന്റെ വാൾ ഉറയിലിടുക എന്നാണ് പറയുക. എന്തിനാ പത്രോസേ നീ വാൾ എടുക്കുന്നത്? എനിക്കിപ്പോഴും എന്താണ്, റോമാക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ രാഷ്ട്രീയക്കാരനായിട്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു പത്രോസ്. അന്നത്തെ കാലഘട്ടത്തിൽ റോമാക്കാരുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ട്, നമുക്കറിയാം. ഒരു സംഘം തന്നെ, ഒരു വലിയ മൂവ്മെൻ്റ് തന്നെയുണ്ട്. AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ഗെയിംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും ബൈബിളിലില്ല. ജോസിഫസിൻ്റെ പുസ്തകം വളരെ കൃത്യമായി, ടാറ്റിക്കസ്, ജോസിഫസ്, 2 യഹൂദ ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ AD 70 സംബന്ധിച്ച് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് ഈ വിഷയവുമായി പുറത്തു പോയി അങ്ങ് സംസാരിക്കും. ഒരു ലൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു എന്താ പറയുന്നത്, ഒരു ക്ലാസ് അല്ല, ഒരു ലൈവിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുക. സത്യദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. ഇനി അടുത്താണ് തത്വത്തിൽ. മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും, തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവൻ, ജീസസ് ക്രൈസ്റ്റ്. ജീസസ്, മത്തായിയുടെ സുവിശേഷം 1:21 നമുക്കത് കാണാം. യേശു, ആ പേര് ക്രൈസ്റ്റ് എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ.
ദൈവത്തിൻ്റെ ഏകപുത്രൻ, ദ ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 എടുത്തതാണ് ആ വാക്യം, ആ ഭാഗം. അപ്പം നിത്യാവിശ്വാസ പ്രമാണം എന്ന് പറയുമ്പം എന്താണ്? ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി സംഗ്രഹിച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം. ദൈവശാസ്ത്രപരമായ തെറ്റുകളെല്ലാം മാറ്റിക്കൊണ്ട്, ഹെറസികളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായി ദ ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ്. ഇനി അടുത്താണ് ബിഗോട്ടൺ ഓഫ് ദ ഫാദർ ബിഫോർ ഓൾ വേൾഡ്സ്. വേൾഡ് 1 യോഹന്നാൻ 4:9. പിന്നെ നമ്മൾ വായിച്ചതാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, ലൈറ്റ് ഓഫ് ലൈറ്റ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. ആ വാക്കുകൾ, ആ ഗ്രാമർ, ആ ഭാഷ നിങ്ങൾ നോക്കും. വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 4-ാം വാക്യം, 1 യോഹന്നാൻ 1-ാം 5-7 വരെ, 1 യോഹന്നാൻ 1-ാം 5-7 വരെ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം 35-37 വരെ, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 5-ാം അതിൻ്റെ 18-ാം വാക്യം, യോഹന്നാൻ 5:18. ഒരുപാട് വാക്യങ്ങളിലൂടെയാണ് ഈ ഒരു വരി, ലൈറ്റ് ഓഫ് ലൈറ്റ്, വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, അല്ലേ, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, അല്ലേ, ബിഗോട്ടൺ, നോട്ട് മെയ്ഡ്, ക്രിയേഷൻ അല്ല, നോട്ട് മെയ്ഡ്. അതും ഒരു ദുരുപദേശത്തിനെതിരെയുള്ള അടിയാണ്. തകർക്കുകയാണ് ദുരുപദേശത്തെ. ഇന്നും ഈ ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റുപറയുന്ന സഭകൾക്കകത്തു പോലും ദുരുപദേശങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ഏത് രൂപത്തിലാണെന്നറിയോ? പാട്ടുകളായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പാട്ടുകൾ, ചുമ്മാതെ ഓരോരുത്തർ എഴുതുന്ന പാട്ടുകൾ, ദൈവശാസ്ത്രപരമായ ഒരു ബോധവും ഇല്ലാത്ത, അത് പാടുന്നവരെ പറഞ്ഞാൽ മതി. പിന്നെ പ്രാർത്ഥനകളിൽ ഞാൻ പല പ്രാർത്ഥനകൾ നിർത്തുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പം നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പം ഞാനിത് കുറച്ചുകൂടെ പഠിച്ചപ്പോൾ ദൈവശാസ്ത്രപരമായും സാർവത്രിക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും യൂണിവേഴ്സൽ ചർച്ചിൻ്റെ അടിസ്ഥാനത്തിലും നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലും കുറച്ചുകൂടെ സൗന്ദര്യമുള്ള, ക്ലിയറായ, ക്ലാരിറ്റിയുള്ള ഒരു പ്രാർത്ഥന നിർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ, അതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൻ്റെ അകത്ത് തർക്കിക്കാനില്ല. എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ തോന്നിയതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും തിരുനാമത്തിൽ തന്നെ. കാരണം ഏറ്റവും വലുത് ദൈവമാണ്. ദൈവത്തെ കൃത്യമായി അവതരിപ്പിക്കുക, ദൈവത്തിന് സ്തുതി കൊടുക്കുക, ഇതാണ് ഏറ്റവും വലിയത്. ഇതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റിയാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് തെറ്റാണെന്നോ തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ശ്രമിക്കുകയല്ല, മറിച്ച് കുറച്ചുകൂടെ എനിക്കൊരു ക്ലാരിറ്റിയോടെ തോന്നി. പല സഭകളിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അതെന്താണ് അവരങ്ങനെ ചെയ്യുന്നത്. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരതിനെക്കുറിച്ച് എനിക്ക് ചില വിശദീകരണങ്ങൾ നൽകി. അപ്പം ഞാൻ ഓർത്തുന്നത് അത് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പം തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരം, നമ്മളിവിടെ പറഞ്ഞു ബിഗോട്ടൺ നോട്ട് മെയ്ഡ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യമാണ് ഈ ഒരു ചെറിയ സെൻറ്റൻസിന് ആധാരം. എനിക്ക് മനസ്സിലാകുന്നില്ല, പലരും ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തെ എതിർക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, യാതൊരു ബോധവുമില്ലാതെ ദൈവവചനം ഏറ്റുപറയുന്നത് അത് പറഞ്ഞിട്ട് എന്ത് ഗുണമാണെന്നാണ് ചോദിക്കുന്നത്.
അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോടൊന്നും നമുക്ക് ഉത്തരങ്ങളില്ല. കാരണം അവരിത് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ബൈബിളിലെ വാക്യങ്ങളാണ്. ബിഗോട്ടൺ നോട്ട് മെയ്ഡ്. ഇത് തിയോളജിയാണ്, ദൈവശാസ്ത്രമാണ്, ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രസ്താവനകളാണ്. കൺഫസ്സിങ് ദ ഫെയ്ത്ത്, ഒറിജിനൽ ഫെയ്ത്ത് ഓഫ് ദി ഏർലി ചർച്ച്. ആദിമസഭയുടെ AD 325 കൂടിയ നിഖ്യയിൽ കൂടിയ നിഖ്യാവിശ്വാസ പ്രമാണമാണിത്. 1700 വർഷങ്ങളായി ക്രൈസ്തവ സഭകൾ കൃത്യമായി വിളിച്ചു പറയുന്നു ആരാണ് ദൈവം, എന്താണ് ദൈവം, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്, ആ ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഭൂമിയിൽ തൻ്റെ ദൗത്യത്തെ നടത്തുന്നതെന്ന് കൃത്യമായി പറയും. ഇനി അടുത്തത് ബീയിങ് ഓഫ് ദ സെയിം, BEING, ബീയിങ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ. അതാണ് വളരെ കൃത്യതയാണ്. ബീയിങ് ഓഫ് ദ സെയിം, ഊസിയ. അപ്പോൾ ആർക്കാണ് മഹത്വം കൊടുക്കേണ്ടത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ. അപ്പോൾ യേശുവിന് മാത്രം മഹത്വം കൊടുത്താൽ മതിയോ? ആരാധനയിൽ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരവർ ചിന്തിക്കേണ്ട കാര്യം കൂടാണ്. എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് പുതിയതായി കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ചില ആളുകളെങ്കിലും ഒന്ന് ചിന്തിക്കും. അതിനുവേണ്ടിയാണ്, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഒരാളുടെ ഹൃദയത്തിലെങ്കിലും ഒരാളുടെ മനസ്സിലെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ വിശ്വാസത്തെക്കുറിച്ച്. അപ്പോൾ തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവൻ ആരാണ്? യേശുവിനെക്കുറിച്ചുകൂടെ കൃത്യമായിട്ട് പറയുന്നത്. പിതാവിനെക്കുറിച്ച് പറഞ്ഞു, അപ്പോൾ പിതാവിനെക്കുറിച്ച് പറഞ്ഞു, പുത്രനെക്കുറിച്ച് പറയുകയാണ്. കാരണം യേശു ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസ് ആണ് സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിട്ടുള്ളത്. സഭയുടെ കൗൺസിലുകൾ, പ്രത്യേകിച്ച് നിഖ്യാവിശ്വാസ അല്ലെങ്കിൽ നിഖ്യാ കൗൺസിൽ തുടങ്ങി നമുക്കറിയാം 7 കൗൺസിലുകളാണ്. 7 എക്യുമെനിക്കൽ കൗൺസിൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും 5 കൗൺസിൽ വരെയൊക്കെയാണ് പല സഭകളും അംഗീകരിക്കുന്നത്. ചില സഭകളൊന്നും അംഗീകരിക്കുന്നില്ല, അവർക്ക് യാതൊരു കൗൺസിലും വേണ്ടെന്നാണ് പറയുന്നത്. ചിലർ പറയും ഞങ്ങൾക്ക് യെരുശലേം കൗൺസിൽ മാത്രം മതി. ചിലർ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്, അവരുടെ തോട്ട് പാറ്റേണിൽ, അവരുടെ തോട്ടിൽ, അവരുടെ ഫ്രെയിം വർക്കിൽ അവർ കുറച്ചുകൂടെ അവർ ഡെവലപ്പ് ആകുമ്പോൾ അവർ പറയും നിഖ്യാവിശ്വാസം അല്ലെങ്കിൽ ഈ നൈസിയൻ കൗൺസിൽ, നിഖ്യാ കൗൺസിലൊന്ന് അതുകൂടെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. 5 കൗൺസിൽ 7 കൗൺസിൽ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നമുക്ക് ഈ കൗൺസിലുകൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ അകത്ത് അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ, അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അന്നത്തെ സഭ നേരിട്ട ദുരുപദേശങ്ങൾക്ക് എതിരെയുള്ള കൃത്യമായ ഉത്തരങ്ങളായിരുന്നു. ഒരു അപ്പോളജറ്റിക് പ്രീച്ചിങ്സ് ആയിരുന്നു, അപ്പോളജറ്റിക് ഐഡിയാസ് ആയിരുന്നു, അല്ലെങ്കിൽ അപ്പോളജറ്റിക് ആ ഒരു രീതിയായിരുന്നു അവർ അവലംബിച്ചിരുന്നത്. ചർച്ച് ഫാദേഴ്സൊക്കെ എപ്പോഴും അപ്പോളജിസ്റ്റുകളായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വിശ്വാസത്തെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്, ഡിഫെൻഡിങ് ദ ഫെയ്ത്ത് എന്നുള്ളതാണല്ലോ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും, അത് വളരെ കൃത്യമാണ്. അപ്പോൾ യേശുക്രിസ്തു സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു, പിതാവിനോടുകൂടെ ഈ പരിശുദ്ധാത്മാവിനോടുകൂടെ ഉണ്ടായിരുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അല്ലേ? ഫിലിപ്പ് ലേഖനം വളരെ കൃത്യമായിട്ട് ആ ക്രിസ്റ്റോളജിക്കൽ ഹിം നമുക്കുണ്ട്. ക്രിസ്റ്റോളജിക്കൽ ഹിം എന്താ അല്ലേ? സ്വയം ശൂന്യനാക്കി എന്നൊക്കെ പറയുന്ന എംപ്റ്റീഡ് ഹിംസെൽഫ്, അതാണ് ക്രിസ്റ്റോളജിക്കൽ ഹിം. അത് ശരിക്കും നല്ലൊരു പാട്ടാണ്, നമുക്ക് പാടാൻ പറ്റിയൊരു പാട്ടാണ്. ഒരു ട്യൂൺ കൊടുത്താൽ അത് പല പാട്ടുകളും അത് ഉണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ പാട്ടുകൾ രൂപപ്പെടുത്തുന്നതിൽ ഈ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഒരു 4 വരി കറക്റ്റായിരിക്കും, അടുത്ത് വരുന്ന വരികളൊന്നും ഇതുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. എൻ്റെ കഷ്ടതയെന്ന് മാറും, പ്രയാസമെന്ന് മാറും, ദുഃഖമെന്ന് മാറും, പിന്നെ ശാലേംപുരെ ചെല്ലണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, സ്വർഗത്തിൽ പോകണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പഴിയും ദൂഷിയും നിന്ന പരിഹാസം, അങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ട്. പഴി ദൂഷി നിന്ന പരിഹാസം ഏറ്റെന്നൊക്കെയുള്ള, എനിക്കറിയത്തില്ല ഇതുമായിട്ടൊന്ന് സഭയ്ക്ക് എന്ത് ബന്ധമാണെന്ന് എനിക്കറിയത്തില്ല. ഇത് സഭയ്ക്കകത്തൊന്നും ഇങ്ങനത്തെ പാട്ടുകൾ പാടാനേ പാടില്ല എന്നുള്ള ചിന്ത. സഭയ്ക്ക് പുറത്ത് അവർ പാടി മനുഷ്യരെ ആശ്വസിച്ചോട്ടെ, ആശ്വസിക്കാനാണല്ലോ പാട്ടുകളിൽ. നമുക്കറിയാം ഈ കലയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സർഗവാസനകളെ ഉണർത്തുകയും അവൻ്റെ പ്രതിസന്ധികളിൽ ആശ്വാസം കണ്ടെത്താനും അല്ലെങ്കിൽ
അതുപോലെ കല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങൾ സന്തോഷിക്കാനും ഇൻഫർമേഷൻസ് കൈമാറും, സാമൂഹ്യ പരിവർത്തനത്തിനും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദമായും ഒരു സന്ദേശമായും ഒക്കെ പാട്ടുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലേ. പാട്ടുകൾ മാത്രമല്ല, നാടകങ്ങൾ, അതുപോലെ കവിതകൾ, ഗദ്യ സാഹിത്യം, പദ്യസാഹിത്യം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഏത് പാട്ടും പാടാം. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്നിട്ട് ഈ പഴി ദൂഷി നിന്ന പരിഹാസം എന്ന് പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാട്ടുകളായി പാടുന്നത് നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം. നമ്മൾ പാടുകയാണ്, കരുതുന്നവൻ ഞാനല്ലയോ, അത് ദൈവം പറയുന്ന പോലെ നമ്മൾ പാടുന്നത് ഇല്ലേ. ഇനി ഒരുപാട് പാട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മളെന്തിനാ ഇതൊക്കെ പാടുന്നത്? ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് നമുക്ക് എന്ത് പാട്ടാണ് പാടാനുള്ളത്? ഇനി എന്തെങ്കിലും നമുക്ക് പറയണമെന്ന് തോന്നിയാൽ ഒറ്റ ഒരു ഡോക്സോളജിയെ നമുക്കുള്ളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിൻ്റെ അപ്പുറത്തൊരു സ്തുതിയോ ആരാധനയോ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ഇനിയോട്ട് കണ്ടുപിടിക്കാനും പോകുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി തൃത്വവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. മോഡലിസത്തിൻ്റെയും വണ്ണസിൻ്റെയും യേശുനാമ ഉപദേശത്തിൻ്റെയും ഒന്നും യൂയോമായ സഭ നമുക്കറിയാം, കേരളത്തിലൊക്കെ ഉണ്ട് യേശുനാമ സഭ. അതൊന്നുമല്ല, ഇത് അതിപുരാതനമായ വിശ്വാസമാണ്. തിയോളജിയെ കൃത്യമായി വിശദീകരിക്കുക. അങ്ങനെ വിശദീകരിക്കണമെങ്കിൽ അതിനൊരു പാറ്റേൺ വേണം, ഒരു ഫോം വേണം. അതിനാണിതൊക്കെ. വളരെ മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായി. ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. പക്ഷെ തിയോളജി വിശദീകരിക്കണ്ടേ? ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം അതിനോട് ചേർത്ത് പറയാം, കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പ്രസംഗം എനിക്ക് അയച്ചു തന്ന പ്രസംഗം ഒരു അമേരിക്കക്കാരൻ്റെ പ്രസംഗമാണ്. ഒരു അമേരിക്കക്കാരനാണ്, അമേരിക്കൻ ഒറിജിൻ. ഭയങ്കര പ്രസംഗമാണ്. വളരെ ഉണർവായി അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഭയങ്കര ഉണർവ്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ്, റിഫോംഡ് ബാപ്റ്റിസ്റ്റുകാരനാണ്. ബാപ്റ്റിസ്റ്റുകാരൻ മാത്രമല്ല, റിഫോംഡ് ബാപ്റ്റിസ്റ്റാണ്. ഈ ബാപ്റ്റിസ്റ്റിൽ തന്നെ പല ഇതുണ്ട്, അതിൽ തന്നെ റിഫോംഡ് ബാപ്റ്റിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു കാൽവിനിസ്റ്റിക് തിയോളജി ഫോളോ ചെയ്യുന്ന ആളാണ്. ജോൺ കാൽവിൻ്റെ തിയോളജി ഫോളോ ചെയ്യുന്ന ആളാണ്. ഇപ്പം കാൽവിനിസം എന്താണെന്ന് നമുക്കറിയാം. അതിന് 5 പ്രിൻസിപ്പിൾസ്, 5 കോർ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാൽവിൻ പറഞ്ഞതിൽ 5 എണ്ണത്തിലും മിക്കവാറും എല്ലാ കാര്യങ്ങളും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. ആളുകൾ തള്ളിക്കളഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ കാൽവിനെ പിടിച്ചു നടക്കുന്ന ആളുകളുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം തിയോളജിക്കൽ അദ്ദേഹം പ്രീച്ച് ചെയ്യുന്ന, സെർമൺ പറയുന്ന. ആളുകളെല്ലാം ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു, ഓ ഹല്ലേലൂയ പറയുന്നു, പ്രൈസ് ദി ലോർഡ് പറയുന്നു. ഇവർക്കിതെന്തേലും അറിയാമോ? ഒന്നും അറിയത്തില്ല. എന്തോ കേട്ടപ്പോൾ അവരുടെ ജീവിതമായി ഈ മോട്ടിവേഷൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ഇമോഷണലി മോട്ടിവേറ്റഡ് ആയി. തിയോളജിക്കലി മോട്ടിവേറ്റഡ് ആയതൊന്നുമല്ല. കാരണം തിയോളജി കേൾക്കണമെങ്കിൽ അല്പം തലയ്ക്കകത്ത് എന്തോ വേണം, അല്പം ബൗദ്ധികമായി ചിന്തിക്കണം, റാഷണലായി ചിന്തിക്കണം. കാരണം ഈ ഫിലോസഫി നമ്മളെ റാഷണലായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, പ്ലേറ്റോയുടെ ഫിലോസഫി, യേശുവിൻ്റെ കാലഘട്ടത്തിൽ, യേശുവിന് മുന്നേ ജീവിച്ചിരുന്ന പ്ലേറ്റോയുടെ ഫിലോസഫിയുടെ സ്വാധീനം യേശുവിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഉണ്ടായിരുന്നു. കാരണം ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. പൗലോസിൻ്റെ കാലഘട്ടം വരുമ്പോഴും ഗ്രീക്കോ റോമൻ വേൾഡ് നമ്മൾ വന്നു. ഗ്രീക്ക് ഫിലോസഫിയുടെ വലിയ സ്വാധീനമുണ്ട്. പ്ലേറ്റോയെ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസിൻ്റെയൊക്കെ ഫിലോസഫിയുടെ വലിയ സ്വാധീനമാണ്. അവിടെയാണ് ന്യൂ ടെസ്റ്റ്മെൻ്റ് സഭ വരുന്നത്. സഭയൊരിക്കലും ഫിലോസഫിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഫിലോസഫി പഠിക്കാതെ എങ്ങനെയാണ് പുതിയ നിയമം പ്രസംഗിക്കുക, ഫിലോസഫി പഠിക്കാതെ എങ്ങനെയാണ് പുതിയ നിയമം വ്യാഖ്യാനിക്കുക. അപ്പം പല ആളുകളും സേക്രഡും അതുപോലെ സെക്കുലറും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കും. സേക്രഡ് ആൻഡ് സെക്കുലർ. ഇത് സേക്രഡ് ആണ്, മറ്റേതെല്ലാം സെക്കുലറാണ്. പൊളിറ്റിക്സോ അത് ഞങ്ങൾക്കുള്ളതല്ല. ദൈവരാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെ യേശു കൃത്യമായി അവതരിപ്പിച്ചില്ല. ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞാണ്. കാരണം ഇത് ഇപ്പം നാളെ ഞാനിത് ലൈവ് വരുമ്പോൾ ഇത് പറയണം, അല്ലെങ്കിൽ ഇത് ഓർക്കുകയല്ല. അതുകൊണ്ട് ഇതങ്ങ് ഷെയർ ചെയ്തെന്നുള്ളത്. നിങ്ങളുടെ ആശയങ്ങൾ ദയവായിട്ട് പങ്കുവയ്ക്കാം. എന്നെ കാണുന്ന ഈ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് ബൗദ്ധികമായി വളരെ ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഈ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇത് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരും ഇത് കാണും. അങ്ങനെ കാണുന്ന പലരും ഇത് കണ്ടിട്ട് അവരുടെ ഒരു സ്പാർക്ക് ഉണ്ടാകും, ഒരു ലൈറ്റ് അവരുടെ അകത്തുണ്ടാകും. അവരെ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമുക്ക് വളരെ ഫിലോസഫിക്കലായ നിത്യാവിശ്വാസ പ്രമാണത്തിലേക്ക് വരാം. നിത്യാവിശ്വാസ പ്രമാണം നല്ല ഫിലോസഫിക്കലാണ്, റാഷണലാണ്, തിയോളജിക്കലാണ്, ലോജിക്കലാണ്. ഇന്ന് പലർക്കും ഉത്തരവില്ല.
പല തിയോളജിക്കൽ ക്വസ്റ്റ്യൻസിനും ഉത്തരമില്ല. കാരണം അവർ കാണുന്നത് ഈ ഫിലോസഫിക്കലി എല്ലാം എടുത്തു കളഞ്ഞ് അതിൻ്റെ ലോജിക്കും എടുത്തു കളഞ്ഞ് അതിൻ്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റും എടുത്തു കളഞ്ഞ് പിന്നെ അതിനൊരു ഉത്തരവില്ലാതെ വരും. ഇവിടെ എല്ലാം കൃത്യമായ ഉത്തരമാണ്. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയാമിൽ നിന്ന് ജഡം ധരിച്ച്, അല്ലേ, യേശുവിൻ്റെ അമ്മ മറിയത്തെ കൃത്യമായി ഇവിടെ വെർജിൻ മേരി എന്നാണ് നിത്യാവിശ്വാസ പ്രമാണം കൃത്യമായി പറയും. ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർ വേറെ ആരെക്കുറിച്ചും പറയും. എന്നാൽ യേശുവിൻ്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര, അവർക്ക് ഈ സാത്താൻ കയറിയതുപോലെ, പിശാച് കയറിയതുപോലെ. രാഹാബെന്ന് വരെ അവർ പേരിടും. പക്ഷേ ആരും മേരിന്ന് പേര് ചിലരിടും. ഞാൻ പറയുന്നത് ഭയങ്കര വിരോധമാണ്. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്കറിയാം, ചരിത്രത്തിൽ ക്രിസ്റ്റോട്ടോക്കോസ്, തിയോട്ടോക്കോസ് പോലെയുള്ള സംവാദങ്ങൾ, ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ പേരുകളൊക്കെ ഇടും എന്ന് പറഞ്ഞാൽ ഭയങ്കര വിരോധമാണ്. എന്തോ ഞാൻ പറഞ്ഞല്ലോ, ഈ പാശ്ചാത്യ സുവിശേഷം, വെസ്റ്റേൺ തിയോളജി, പൊല്യൂട്ടഡ് വെസ്റ്റേൺ തിയോളജി, ശുദ്ധവും നിർമ്മലവുമായ ആദിമസഭയുടെ ഉപദേശത്തിൻ്റെ അകത്തേക്ക് നവീകരണം എന്ന പേരിലും പ്രൊട്ടസ്റ്റൻ്റ് എന്ന പേരിലും ഇടിച്ചു കയറി നാശമുണ്ടാക്കിയ കുറേ ആളുകൾ ചരിത്രത്തിലുണ്ട്. ലൂഥർ അതിലൊരാളാണ്, മാർട്ടിൻ ലൂഥർ. എത്രയോ മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ആ മനുഷ്യൻ. അദ്ദേഹം ഉണ്ടാക്കിയ ദൈവശാസ്ത്രമൊന്നുമല്ല നിത്യാവിശ്വാസം. 1700 വർഷങ്ങളായി അനാബാപ്റ്റിസ്റ്റുകാരെയും അതിനെല്ലാം ഇങ്ങനെ നേതൃത്വം കൊടുത്ത പല രീതിയിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ചില ആളുകൾ പൊളിറ്റിക്കലി അദ്ദേഹത്തെ മിസ്യൂസ് ചെയ്തായിരിക്കും. എന്നാൽ പോലും അദ്ദേഹം അതിനൊരു മുഖാന്തരമായി യഹൂദ വിരോധം തൻ്റെ ഉള്ളിലിങ്ങനെ നൊരച്ച് കയറുമായിരുന്നു. ലൂഥറിൻ്റെ പഠിപ്പിക്കലുമായി കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ്, എല്ലാവരെയും പ്രൊട്ടസ്റ്റ് ചെയ്യുക, അടിക്കുക. ഇത് ചരിത്രത്തിൽ, ഇത് ഈ ബൈബിൾ സെമിനാരികളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചരിത്രം, ഈ മാർട്ടിൻ ലൂഥർ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അതിപുരാതനമായ സഭയുടെ ഉപദേശത്തെയും യഥാർത്ഥത്തിൽ തന്നെ ആളുകൾ മിസ്യൂസ് ചെയ്യുമായിരുന്നു. അത് നമുക്കറിയാം. ഇത് ചരിത്രത്തെ റീറീഡ് ചെയ്യാത്തവരാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രമൊക്കെ റീറീഡ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ചരിത്രകാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും കാണുമ്പോൾ, അദ്ദേഹം ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റൊക്കെ എടുത്ത ചരിത്രത്തിൽ, അദ്ദേഹം ചരിത്രത്തെ റീറീഡ് ചെയ്യുക. അല്ലാതെ ചുമ്മാതെ കയ്യിൽ കിട്ടുന്ന ഒരു ബുക്ക് എടുത്ത് ഇത് ഭയങ്കര ചരിത്രമാണ്, ഇതിൽ 100% സത്യമാണെന്ന് പറഞ്ഞ് ചരിത്രത്തെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന, റീഇമാജിൻ ചെയ്യുന്ന, റീഡിസ്കവർ ചെയ്യുന്ന ആളുകൾ രംഗത്ത് വരുന്നു. ബുദ്ധിയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. തലയ്ക്കകത്ത് വെളിച്ചമുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. സഭയുടെ സത്യവിശ്വാസത്തിന് എതിരെ ഇതുപോലെയുള്ള ചില പാശ്ചാത്യ ശക്തികൾ വന്നുകൊണ്ട് അവർ ഇടിച്ച് കയറി വെസ്റ്റേൺ തിയോളജി പഠിപ്പിച്ച് ആളുകളെ വേറെ എന്തോ കാൽവിനിസവും അർമേനിയനിസവും വെസ്ലിയൻ തിയോളജിയും പിന്നെ സ്വിംഗ്ലിയുടെ തിയോളജിയും ഇതെല്ലാം ഈ ആധുനിക കാലത്തിൽ മാത്രം വന്നു കയറിയ സഭയെ നശിപ്പിച്ച ഉപദേശങ്ങളാണ്. കുറേ ഗുണമൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ സമയത്ത് ഓർക്കും. നമ്മൾ ആര് ചെയ്താലും. പക്ഷേ സഭയ്ക്ക് ഒരുപാട് വിപത്തുകളുണ്ടായി, സഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആ വിഷയത്തിൽ രോഷം കൊള്ളുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് റീറീഡ് ചെയ്യണം. ഹിസ്റ്ററി ആണെങ്കിലും ഏത് ഡോക്യുമെൻറ്റിനെയും റീറീഡ് ചെയ്യണം. ഇന്ന് നിത്യാവിശ്വാസ പ്രമാണത്തെ ആളുകൾ റീറീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ക്രിറ്റിസിസം ചെയ്യുന്നവർ അവരുടെ ക്രിറ്റിസിസത്തിലൂടെ തന്നെ ഇതിൻ്റെ അകത്തെ മഹത്വം എന്താണെന്ന് അവരും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇവാഞ്ചലിക്കൽസ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് ഇന്ന് ലോകത്തിൽ ഒരുപാട് പേര്. ഓക്കെ, അപ്പം കന്യക മറിയാമിൽ നിന്ന് ജഡം ധരിച്ച്, അപ്പം ഹ്യൂമാനിറ്റി, അവിടെ ജഡം ധരിച്ചു, ഹ്യൂമാനിറ്റി. ഇംഗ്ലീഷിലുള്ളത് ഭാഗം പിന്നീട് ഞാൻ വായിക്കാം. ജഡം ധരിച്ച് മനുഷ്യനായി. അത് ഭയങ്കരമല്ലേ? എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നൊക്കെ പറയുന്നത്. ഇൻകാർണേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. അതിൽ പരം ഒരു മിറക്കിളില്ല. യേശുക്രിസ്തു ജഡം ധരിച്ചു,
മനുഷ്യനായി എന്ന ഞായറാഴ്ച പാടിയിരിക്കണം. പാടാത്ത സഭകളുണ്ടെങ്കിൽ നിങ്ങൾ പാടിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള പാട്ടും പാടിക്കൊണ്ടിരിക്കുക. ഏത് പാട്ടാ? എല്ലാം പാടും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ആത്മാവിൽ ആരാധിക്കാം. ഇതോ മണ്ടത്തരമാണ്. തലയ്ക്കകത്ത് ബോധമുള്ള ആരെങ്കിലും പാടുമോ ഇത്? ഇപ്പം ഇസ്രായേൽ സിറിയ യുദ്ധം ഉണ്ടായപ്പോൾ കുറേ ആളുകൾ ഇരുന്ന് പാടും. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഞായറാഴ്ച ആരാധന. എന്തേലും നിങ്ങൾ പറ, എന്തേലും ലോജിക്കുണ്ടോ? ഈ ലോജിക്കില്ലാത്തതിന് പറയുന്ന പേരാണ് മണ്ടത്തരം, ഫൂളിഷ്നെസ്. 100% മണ്ടത്തരം. ഇൻകാർണേഷനെ വാഴ്ത്തിപ്പാടാമോ? ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ആരുടെ ഇഷ്ടം മൂലം? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. എംപ്റ്റീഡ് ഹിംസെൽഫ്, മനുഷ്യനായി തീർന്നു. എന്തിനാണ് മനുഷ്യനായി തീർന്നത്? മനുഷ്യനോട് ഏകീഭവിക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നവനായി. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ യേശു. ഇൻകാർണേറ്റഡ് ഗോസ്പൽ. എന്തൊരത്ഭുതമാണ്! എത്രയോ പാട്ടുകളുണ്ടെന്നറിയാം സഭയ്ക്ക്, അല്ലേ? ഒരുപാട് പാട്ടുകളില്ലേ? എന്നെ കാണുന്ന പല പ്രിയപ്പെട്ടവർക്കും അറിയാം, വൈദികർക്കൊക്കെ അറിയാം. ഒരുപാട് പാട്ടുകളാണ് യേശുക്രിസ്തുവിൻ്റെ ഇൻകാർണേഷനെ കുറിച്ച്. ഇതൊന്നും ആരും പലർക്കും അറിയത്തില്ല. അവർ ചിന്തിക്കുന്ന അവർ ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും പാട്ട് പാടിയിരിക്കുമ്പോൾ ഇൻകാർണേറ്റഡ് സൺ ഓഫ് ഗോഡിനെ ഉയർത്തിപ്പിടിക്കുന്ന പാട്ടുകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഉണർവുണ്ടാകണം. അതാണ് ഉണർവ്. ഹൃദയത്തിൻ്റെ അകത്ത് ഉണർവുണ്ടാകണം. അന്നേരം സ്തുതി സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലേ, കാണുന്നു ഞാൻ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്നൊക്കെ പാടിയാൽ ചെങ്കടലൊക്കെ എന്നേ തീർന്നു കഴിഞ്ഞല്ലേ? പുറപ്പാട് പുസ്തകത്തിലെ സംഭവമാണ്. നമ്മളിപ്പോഴും ഇത് ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ പ്രതിസന്ധികളുടെ നടുവിൽ എന്തും പാടാം. നിങ്ങൾക്കൊരു പാട്ടുണ്ടാക്കി പാടാം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറയാം, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, സർവശക്തനാണ്, എൻ്റെ പ്രശ്നങ്ങളിൽ അവൻ കൂടെ നിൽക്കും, ആ ചെങ്കടൽ പിളർന്നതുപോലെ തന്നെ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാം. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താ? ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്, ദ കമ്മ്യൂണിറ്റി ഓഫ് വർഷിപ്പേഴ്സ്, ആരാധകരുടെ സമൂഹം. അവരാദ്യം പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു വിശ്വാസം പ്രഖ്യാപിക്കുക. സമയം ഒരുപാട് പോകുന്നു, 11:30 പെട്ടെന്ന് നിർത്താം. അപ്പോൾ കൃത്യമായി ചരിത്രപരമായി ഇപ്പോൾ വിശുദ്ധ റൂഹായാൽ കന്യകമറിയാം ജഡം ധരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി അവിടെ പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ, അന്നത്തെ കാലത്തൊക്കെ ചരിത്രം എഴുതുമ്പോൾ, ഓരോ സംഭവങ്ങൾ എഴുതുമ്പോൾ അതിന് കൃത്യമായി ആ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിനെ കൃത്യമായി നോട്ട് ചെയ്യുകയാണ്. പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി. കണ്ടോ, സഭ എപ്പോഴും പറയുന്നത് ഞങ്ങളെന്നുള്ളത്, വി, അല്ലാതെ ഞാൻ. ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ അല്ല, ഇൻക്ലൂഷൻ. സഭ എപ്പോഴും കൂടി വരുമ്പോൾ ഞാൻ എന്നുള്ള പദമേ ഒരു സഭയുടെയും ലിറ്റർജിയിലില്ല. അതാണ് ചർച്ച്. ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവമാണ് പിതാവ്, ബാക്കിയെല്ലാം മക്കളാണ്. അപ്പം വി, എല്ലാവരും ഒന്നാണ്, ഒരുപോലാണ്, ഒരു വ്യത്യാസവുമില്ല. ഒരുമിച്ചുള്ള വർഷിപ്പ്, ഫെലോഷിപ്പ്. പൊന്തിയാസ് പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, കഷ്ടത അനുഭവിച്ച, മരിച്ചടക്കപ്പെട്ട്, തിരുഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഞാൻ നിത്യാവിശ്വാസ പ്രമാണമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനും. എല്ലാം ബൈബിളിൽ വാക്യമുണ്ട്. ഇനി അത് ഒന്നുകൂടെ ഞാൻ ഇംഗ്ലീഷിലെ വാക്യങ്ങൾ പറയാം, ഇംഗ്ലീഷിലൂടെ പറഞ്ഞ ആ വാക്യങ്ങൾ പറയാം. സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും, അവസാനമില്ലാത്ത രാജത്വമുള്ളവനും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശു മശിഹ ആയ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പാരഗ്രാഫ് അവിടെ തീരുക, ആ ഭാഗം അവിടെ തീരുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞു ബീയിങ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ, യോഹന്നാൻ 10:30. ആൻഡ് ബൈ ഹും ഓൾ തിങ്സ് വെയർ മെയ്ഡ്, യോഹന്നാൻ 1:3. ഹൂ ഫോർ അസ് മെൻ ആൻഡ് ഫോർ അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മത്തായി 1:21. കെയിം ഡൗൺ ഫ്രം ഹെവൻ, യോഹന്നാൻ 3:31. ആൻഡ് വാസ് ഇൻകാർണേറ്റ് ഓഫ് ദ വേർജിൻ മേരി മദർ ഓഫ് ഗോഡ്, ലൂക്കോസ് 2:6. മദർ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റോട്ടോക്കോസ്, തിയോട്ടോക്കോസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് ഈ പലരും ചർച്ച ചെയ്യുന്നുണ്ട്, അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് തന്നെയാണ് കൃത്യമായി. കാരണം ഞാൻ കർത്താവിൻ്റെ അമ്മയെ കണ്ടുവല്ലോ എന്ന് തന്നെ മലയാളം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ബൈബിൾ പച്ചയ്ക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. ബൈ ദ ഹോളി ഗോസ്റ്റ്. എങ്ങനെയാണ്? ലൂക്കോസ് 1:35. പരിശുദ്ധാത്മാവിൽ. ആൻഡ് ബിക്കെയിം മാൻ, മനുഷ്യനായി തീർന്നു, യോഹന്നാൻ 1:14. ആൻഡ് വാസ് ക്രൂസിഫൈഡ് ഫോർ അസ്, മർക്കോസ് 15:25. നിത്യാവിശ്വാസ പ്രമാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മറന്നുപോകൽ. ഇൻ ദ ഡേയ്സ് ഓഫ് പോണ്ടിയസ് പൈലറ്റ്, മത്തായി 27:22-26 വരെയുള്ള ചരിത്ര സംഭവങ്ങൾ. ആൻഡ് സഫേർഡ് ആൻഡ് ഡൈഡ് ആൻഡ് വാസ് ബറീഡ്, മത്തായി 27:50-60 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് ദ തേർഡ് ഡേ റോസ് അഗെയിൻ, മത്തായി 28:6. അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ആരുടെ ഇഷ്ടപ്രകാരം? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം. പിതാവ്, ഇപ്പോൾ യേശു ഇവിടെ ഉണ്ട്, പിതാവ് ഉണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. 1 കൊരിന്ത്യർ 15:4 അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ആൻഡ് അസെൻഡഡ് ഇൻ ടു ഹെവൻ, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി, ലൂക്കോസ് 24:51. ആൻഡ് സിറ്റ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫാദർ, മർക്കോസ് 16:19. ആൻഡ് ഷാൽ കം അഗെയിൻ ഇൻ ഹിസ് ഗ്രേറ്റ് ഗ്ലോറി, മത്തായി 25:31. ടു ജഡ്ജ് ബോത്ത് ദ ക്വിക്ക് ആൻഡ് ദ ഡെഡ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും. 2 തീമോത്തിയോസ് 4:1. ഹൂസ് കിങ്ഡം ഷാൽ ഹാവ് നോ എൻഡ്, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല, ലൂക്കോസ് 1:33 നാം വായിക്കുന്ന അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല. ഇനിയും അടുത്തത് ആൻഡ് ഇൻ ദ വൺ, അടുത്തതാണ്, അടുത്ത നമ്മൾ പറയുകയാണ് ആൻഡ് ഇൻ ദ വൺ ലിവിങ് ഹോളി സ്പിരിറ്റ്. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും, അങ്ങനെയാണ് മലയാളത്തിൽ തുടങ്ങുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട, അത് കൃത്യമാണ്. അവിടെ ഒരു ഈ കാത്തലിക് ചർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ട്. ഫിലക് കോൺട്രവേഴ്സി എന്ന് പറയും. അവർ പറയുന്നത് ആ നിത്യവിശ്വാസ പ്രമാണം നമ്മളോട് പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് പിതാവിൽ നിന്ന്, അല്ലേ? യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും ഒരു കാര്യസ്ഥനെ, അനദർ കംഫർട്ടർ. അനദർ കംഫർട്ടർ എന്ന് പറയുമ്പോൾ സെയിം ആസ് ഫാദർ സൺ, സെയിം ആണ്. അങ്ങനെയാണ് അവിടെ ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. സെയിം, ഒരു വ്യത്യാസവുമില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഈ കരിസ്മാറ്റിക്കാർക്ക് പറ്റിപ്പോയൊരു പ്രശ്നം, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് വലിയ ദുരുപദേശമാണ്, വലിയ പ്രശ്നമാണ്. ഇതൊന്നും അറിയാതെ ഈ വൈകാരിക ആവേശം കയറും. ഇമോഷണൽ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഒന്നുമല്ല. ഇമോഷണൽ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് അല്ല. ഇവിടെ ചില സൈക്കോളജി പറയേണ്ടി വരും. എനർജി, മനുഷ്യനിലുള്ള ചില എനർജിയെ ഉദ്ദീപിച്ച് കഴിയുമ്പോൾ ഒരു വലിയ റിവൈവൽ ഉണ്ടാകും, ഒരു വലിയ ഉണർവുണ്ടാകും. നമ്മളിലെല്ലാം ഒരു എനർജിയുണ്ട് ദൈവദത്തമായി. അത് ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരിലും ഒരു എനർജി ഉണ്ട്. കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് സംശയം എന്താ? ദൈവമാണ് ആ ജീവശ്വാസം മനുഷ്യരിലേക്ക് ഊതിയത്. അതുകൊണ്ടല്ലേ നമ്മളിന്ന് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവനോടെ നടക്കുന്നത്. അപ്പോൾ എനർജി അതെല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ ഉള്ള ആത്മാവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവമാണ്. പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുത്രൻ. പക്ഷേ പിതാവ് വേറെയാണ്, പുത്രൻ വേറെയാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവും വേറെയാണ്. പരിശുദ്ധാത്മാവും ദൈവമാണ്, യേശുവും ദൈവമാണ്. സോഴ്സ് എന്ന് പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ദൈവമാണ്. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. ഇനിയും പറയുകയാണ് പരിശുദ്ധാത്മാവിനെ എന്നെപ്പോലെ തന്നെ ഒരാൾ, അങ്ങനെയുള്ള അർത്ഥത്തിൽ എന്നെപ്പോലെ തന്നെ, ഒരു വ്യത്യാസത്തിൽ ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് എ ഡിവൈൻ പേഴ്സൺ ഇൻ ദ ഡിവൈൻ ട്രിനിറ്റി. അതാണ് സഭയുടെ ഔദ്യോഗികമായ ഉപദേശം. ഇതിന് വിരുദ്ധമായ
എല്ലാ ഉപദേശങ്ങളും പൈശാചികമാണെന്ന് പറയുന്നതിൽ ഒരു ഭയവും എനിക്കില്ല. കാരണം ഈ സഭയുടെ ചരിത്രത്തെ വായിക്കാതെ, സഭയുടെ പിതാക്കന്മാരെ വായിക്കാതെ, അവരുടെ എഴുത്തുകൾ വായിക്കാതെ പല ആളുകളും രൂപപ്പെടുത്തുന്ന മൂവ്മെൻറ്റുകളൊന്നും സഭകളല്ല. ഞാൻ നാളെ തീരുമാനിക്കുക ഇവിടെ ഒരു സഭ തുടങ്ങാം, ഒരു സഭയുണ്ടാക്കാം. ഞാൻ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ഒരു സഭ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയല്ല, ഇതിനെല്ലാം കൃത്യമായ ഒരു ഓർഡറുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഓർഡറുണ്ട്. എങ്ങനെയാണ്? മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ. ജീനിയോളജി എഴുതി വെച്ചു. എന്തിനാ ജീനിയോളജി എഴുതി? എൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ആവശ്യം? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ ജീനിയോളജി ഉണ്ട്. ജീനിയോളജിയുടെ ആവശ്യം എന്താ? യേശു ഏത് പാരമ്പര്യത്തിലാണെന്ന് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കൂ. ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ്, ചുമ്മാതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവം എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്ന വെളിവുകേടല്ല സഭയുടെ ഉപദേശം. സഭ വെളിവുകേട് ഉള്ളവരുടേതല്ല, വെളിവുകേട് പറയുന്നവരുടേതല്ല. ഒരമ്മച്ചി എഴുന്നേറ്റ് പറയുകയാണ്, എന്നോട് ദൈവം ഇന്ന് രാത്രി ഇടപെട്ടു, നാളെ കർത്താവ് വരാൻ പോവാ. നിങ്ങൾ പറ, വിശ്വസിക്കണോ വേണ്ടേ? നമ്മൾ വളരെ ശുദ്ധി ചെയ്ത വിശ്വാസത്തിൻ്റെ, 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വിശ്വാസത്തിൻ്റെ ഉടമകളാണ്, അവകാശികളാണ്. ആ പാരമ്പര്യമാണ്, ആ ഇൻഹെറിറ്റൻസ് ആണ് നമുക്കുള്ളത്. രക്തസാക്ഷികളുടെ സഭയാണ്. ക്രിസ്തുവിന് വേണ്ടി ധൈര്യപൂർവം മരണം വരിച്ച മാർട്ടിയേഴ്സിൻ്റെതാണ് സഭ. അവർ മുറുകെ പിടിച്ചതാണ് വിശ്വാസം. 1700 വർഷങ്ങളായി നൈസിയൻ ക്രീഡ്. അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പലരും വെറുതെ ആഘോഷിക്കുക, ചിലർ ചുമ്മാതെ ഇത് പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇടയ്ക്കങ്ങ് പറയാം. യാതൊരു അറിവുമില്ലാതെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പോലും എന്തെന്നറിയാതെ, ഈ ബൈബിളിലെ ഏത് വാക്യമാണെന്ന് പോലും തിരിച്ചറിയാതെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുകയാണ്. വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവരെ അത് പ്രയോജനമുള്ളതാക്കി കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഒരു ഇടയ ശുശ്രൂഷയുടെ പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ടീച്ചിങ്, എക്സോർട്ടിങ് ദ പീപ്പിൾ, ടീച്ചിങ്, കറക്റ്റിങ്, ട്രൂ ഡോക്ട്രിൻ, ട്രൂ തിയോളജിയെ നമ്മൾ അവർക്ക് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഹെർമനോട്ടിക്സ് പറഞ്ഞു, എക്സിജിസിസ് നമ്മൾ സംസാരിച്ചു. ഹെർമനോട്ടിക്സ് എന്ന് പറയുമ്പോൾ ബൈബിളിനെ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്, ശരിയായ രീതി വ്യാഖ്യാനിക്കും. അതിനുപയോഗിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ എക്സിജിസിസ് എന്ന് പറയുന്നത്. എക്സിജിസിസിന് ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ്. ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. ഈ വിശ്വാസ പ്രമാണത്തിൽ, ഈ കൺഫെഷൻ ഓഫ് ഫെയ്ത്തിൽ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്, ഓരോ വാക്യത്തിനും, ഇത് നിത്യ വിശ്വാസ പ്രമാണത്തിലെ ഏറ്റവും അതിൻ്റെ മേളിൽ തൊട്ട് താഴെ വരെ മുഴുവനും ബൈബിളിൻ്റെ കൃത്യമായ വിശ്വാസം. ക്രിസ്ത്യാനി എന്ത് വിശ്വസിക്കണം അതാ പറഞ്ഞിരിക്കുന്നത്. ഏലിയാവിൻ്റെ വിശ്വാസമല്ല ഇത്. ദാവീദ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഗിദെയോൻ പറഞ്ഞ കാര്യവും ശിംശോൻ പറഞ്ഞ കാര്യവും നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യവും എസ്തേർ പറഞ്ഞ കാര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് ക്രിസ്തീയ സഭയുടെ ഉപദേശമാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപദേശമാണ്. ഇത് മോശയുടെ ന്യായപ്രമാണമോ ഒന്നുമല്ല. അതിനേക്കാളിലും തികവുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ് നാം. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഞാൻ ആ ഓർഡറിനെ കുറിച്ച് പറഞ്ഞ് വിട്ടുപോയി. അപ്പം ഓർഡറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് കൃത്യമായ ഓർഡറുണ്ട് ഇതിന്. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം, ഓർഡർ ഓഫ് മൽക്കീസേദക്ക്, അങ്ങനെ പറഞ്ഞെങ്കിലേ യഹൂദന്മാർ അംഗീകരിക്കുകയുള്ളൂ. യഹൂദൻ യേശുവിൻ്റെ പൗരോഹിത്യത്തെ അംഗീകരിക്കണമെങ്കിൽ, ശ്രേഷ്ഠ പുരോഹിതനാണ്, ഹൈ പ്രീസ്റ്റാണെന്ന് അംഗീകരിക്കണമെങ്കിൽ, ഈ ഹൈ പ്രീസ്റ്റിൻ്റെ കൈവപ്പ് ഇവിടെ നിന്നാണ്?
ഈ അപ്പോസ്തോലിക സക്സഷൻ എവിടെ നിന്നാണ്, അപ്പോസ്തോലിക പാരമ്പര്യം, അപ്പോസ്തോലിക കൈവപ്പ് എവിടെ നിന്നാണെന്ന് കൃത്യമായി പറയാതെ ഒരു യഹൂദനും അംഗീകരിക്കത്തില്ല. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അമ്മച്ചി രാത്രിയിൽ ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് വന്നിട്ട് ഇന്നലെ രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറയുമ്പോൾ അയ്യോ സ്വപ്നം കണ്ടോ, എന്താ അമ്മച്ചി പറഞ്ഞാട്ടെ, അമ്മച്ചി കണ്ട സ്വപ്നവും ഇത് നല്ല സ്വപ്നമാണല്ലോ, എങ്കിൽ ശരി എല്ലാവരും പ്രൈസ് ദി ലോർഡ്, എല്ലാവരും വന്നാട്ടെ, നമുക്കിവിടെ അമ്മച്ചി പറയുന്ന പോലെ പോകാം എന്ന് പറയുന്ന വിശ്വാസമൊന്നും അങ്ങനെയുള്ളൊരു സഭയല്ല ചരിത്രപരമായ സഭ. ഹിസ്റ്റോറിക്കൽ ചർച്ചിന് ഓതൻറ്റിസിറ്റി ഉണ്ട്. അപ്പൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് ഈ സഭയുടെ അപ്പോസ്തോലികമായ സഭയുടെ ചരിത്രപരമായ സഭയുടെ തൻ്റെ ഇടം അല്ലെങ്കിൽ ചങ്കൂറ്റമെന്ന് പറയുന്നത്. ഇത് രക്തസാക്ഷികൾ രക്തം കൊടുത്ത സഭയാണ്. അപ്പോൾ നമ്മൾ സഭയെക്കുറിച്ച് ഊറ്റം കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. പാശ്ചാത്യ സുവിശേഷത്തിലേക്ക് വഴുതി പോകരുത് എന്നുള്ളതാണ്. ഇന്നൊരു വാർത്ത നമ്മൾ കണ്ടു, ഒരു പാശ്ചാത്യ സഭ സ്വവർഗ അനുരാഗികൾക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മലയാളികളാന്ന് തോന്നുന്നു, വിവാഹം ആശീർവദിച്ചു കൊടുക്കുക. ഇംഗ്ലണ്ടിലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു പുരോഹിതൻ ഹോമോസെക്ഷൽസ് അങ്ങനെയൊക്കെ പറയാവുന്ന തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. LGBTQ വലിയ സാമൂഹ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവശാസ്ത്രത്തെ വരെ വ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും ആണും പെണ്ണും തമ്മിലാണ് വിവാഹം. അവർക്ക് സൈക്കോളജിക്കലായി ഫിസിയോളജിക്കലായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അംഗീകരിക്കാം. കത്തോലിക്ക സഭ, പോപ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സഭ ഇൻക്ലൂസീവാണ്. സഭ LGBT ആ ഒരു കമ്മ്യൂണിറ്റിയെ സഭ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് സഭയുടെ ഇൻക്ലൂസീവ് തിയോളജി എന്ന് കാത്തലിക് ചർച്ചിലെ പോപ്പ് കൃത്യമായിട്ട് പറഞ്ഞു. ഞാനതിനോട് യോജിക്കുന്നു. പക്ഷേ പോപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ അർത്ഥം അവർക്ക് കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത് കത്തോലിക്ക സഭ ചെയ്യത്തില്ല. അതിന് കത്തോലിക്ക സഭയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റും. പക്ഷേ ആംഗ്ലിക്കൻ സഭ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അത് ചെയ്തു എന്നൊരു വാർത്ത അത് സ്ഥിരം നടക്കാറുള്ള കാര്യമാണ്. എന്നാൽ ഇന്നൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനത് പറഞ്ഞത്. എന്താണ് പ്രശ്നം? വെസ്റ്റേൺ തിയോളജി, ആംഗ്ലിക്കനൈസ്ഡ് വെസ്റ്റേൺ തിയോളജി. ഇങ്ങനെയുള്ള പരിപാടികൾ വന്നാൽ സഭയ്ക്കകത്തുനിന്ന് ഇങ്ങനെയുള്ള തിയോളജിയെ അടിച്ച് പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വെസ്റ്റേൺ തിയോളജി ഇത് പലരെയും ബാധിച്ചിട്ടുണ്ട്. പല സഭകളെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസ്പെരിറ്റി തിയോളജി, പിന്നെ ആധുനിക ഉണർവുകൾ, ഇതെല്ലാം കൃത്യമായി നമ്മൾ പഠിച്ചേ പറ്റൂ. ഇംഗ്ലണ്ടിൽ വന്ന പല ഉണർവുകൾ, ഗ്രേറ്റ് അവേക്കനിങ്, ഇതൊക്കെ ഗുണങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഗുണങ്ങൾ അവിടെ തന്നെ ഒതുങ്ങി നിന്നു. അതുകൊണ്ട് തീർന്നു. ഉണർവുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ അതുകൊണ്ടങ്ങ് തീരെ. അതിൻ്റെ ഒരു ഫലങ്ങൾ വലുതായിട്ട് ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നില്ല പലപ്പോഴും. അതിൻ്റെ ഇമ്പാക്റ്റ് കുറവാണ്. ഇപ്പോൾ ഈ ആംഗ്ലിക്കനൈസ്ഡൊക്കെ ഈ വെസ്റ്റേൺ തിയോളജിയുടെ കുഴപ്പമാണ് ഞാനിന്ന് പറഞ്ഞത്. അവിടെ ആണിനെയും കൂടെ അച്ഛന്മാർ കല്യാണം നടത്തി കൊടുക്കുക. ആണും തമ്മിൽ രാത്രിയിൽ ഒരുമിച്ച് കിടക്കാൻ അനുവദിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വിവാഹം കഴിച്ച വിവാഹശയ്യ മാന്യവും നിർമ്മലവുമായിരിക്കണം എന്നുള്ള കൃത്യമായ വചനം കിടക്കെ. അവർക്ക് വല്ലതും നിത്യാവിശ്വാസ പ്രമാണം ബാധകമാണോ? ചുമ്മാതെ പറയുന്നുണ്ട്. വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പാശ്ചാത്യ സുവിശേഷമല്ല നമുക്കാവശ്യം, പൗരസ്ത്യ ദൈവശാസ്ത്രമാണ്. കാരണം പുതിയ നിയമം രൂപപ്പെട്ടത് എവിടെയാണ്? പൗരസ്ത്യ ദേശത്താണ്. പാശ്ചാത്യ സുവിശേഷം പൊല്യൂട്ടഡ് ഗോസ്പൽ അവതരിപ്പിച്ച് സഭയെ മലിനമാക്കിയാണ്. അതുകൊണ്ട് ഇത് ഏറ്റുപറയുമ്പോൾ കൃത്യമായ അവബോധമില്ലെങ്കിൽ നമ്മൾ വെറും ആരെങ്കിലും പറയുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടു. പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട, കണ്ടോ, ഇത് വളരെ പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടും. സ്തുതിക്കപ്പെടുന്നവനും. ഇതിൻ്റെ വേദഭാഗങ്ങൾ ഉണ്ട്, ഓരോന്നിനും വാക്യമുണ്ട്.
ഞാനത് എടുത്തു വെച്ചിട്ടില്ല, അത് ഇംഗ്ലീഷിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ചത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ ഒരു നോട്ടിൽ അങ്ങനെയാണ് കിടക്കുന്നത്, അതുകൊണ്ടത് പിന്നീട് വായിക്കാം. നിബ്യന്മാരും സ്ലീഹന്മാരും പ്രവാചകന്മാരും സ്ലീഹന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ആരാ? ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹ, ഏകം. ഇതിനെല്ലാം തിയോളജിക്കൽ ഓരോ വാക്കിനും തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏക റൂഹായിലും കാതോലികവും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ. ഇപ്പം കാത്തലിക് എപ്പിസ്റ്റൽസ് ഉണ്ട് അല്ലേ, ജനറൽ എപ്പിസ്റ്റൽസ് ഉണ്ട് നമുക്ക് ബൈബിളിൽ. കാതോലികോ അപ്പോസ്തോലികമായ, അല്ലെ ഇത് കാത്തലിക് ചർച്ചിനെ കുറിച്ചല്ല, യൂണിവേഴ്സൽ ചർച്ച്. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ കാതോലികം, യൂണിവേഴ്സൽ സാർവലൗകികമായ അപ്പോസ്തോലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും കൃത്യമായിട്ട് പറയും. ഇനിയാണ് ഇച്ചിരി പ്രശ്നമുള്ള ഭാഗങ്ങൾ. പാപമോചനത്തിനുള്ള സ്നാനം ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂച്ചർ ഹോപ്പാണ് നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനമെല്ലാം കൂടെ പറയുകയാണ് ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ വാക്യങ്ങളൊന്ന് വായിക്കാം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്നു, ഹൂസ് കിങ്ഡം ഷാൽ ഹാവ് നോ എൻഡ്, അതും പറഞ്ഞു. ആൻഡ് ഇൻ ദ വൺ ലിവിങ് ഹോളി സ്പിരിറ്റ്, യോഹന്നാൻ 14:26, ദ ലൈഫ് ഗിവിങ് ലോഡ് ഓഫ് ഓൾ. പരിശുദ്ധാത്മാവിനെ പറയുകയാണ് ലോഡാണെന്ന്, കർത്താവ്. പുതിയ നിയമത്തിൽ 2 കർത്താക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് യേശു കർത്താവ്, ജീസസ് ഈസ് ലോഡ്. അത് വിശ്വാസ പ്രഖ്യാപനം അല്ലേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഇങ്ങനൊക്കെ ഹൃദയത്തിൽ നിന്ന് ഏറ്റ് പറയുന്നവർ തന്നെയാണ് ഈ തരത്തിൽ ആണിനെയും കല്യാണം നടത്തി കൊടുക്കുന്നത്. അവരുടെ കൂടെ നമ്മൾ പോയി കൈ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സാമൂഹ്യ പ്രശ്നമാണ്. എന്നാൽ ഇവരെ എല്ലാം സഭ സ്വീകരിക്കും. കാരണം രക്ഷ, എൻ്റെ ആലയം സർവ്വജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. ഇതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ല. ഇതിന് ചുങ്കക്കാരൻ വന്നാലും പാപി വന്നാലും, പാപി എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റാണെന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു പൊതുഭാഷ എൻ്റെ വായിലും വന്നുപോയി. എല്ലാവരും നമ്മുടെ ഈ ജഡം എന്ന് പറയുന്നത് മരിക്കുന്നവരെയും ശ്വാസം പോകുന്നവരെയും ഇത് ജഡത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ കൂടിയ വിശുദ്ധരാകാൻ നോക്കുക, കൂടിയ വിശുദ്ധരാണ് എന്ന് പറയുക. ഇതെല്ലാം ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കും, ഇത് സിംബോളൈസ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ക്ലർജി ഷർട്ട്, ഇത് സിംബോളൈസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് സിംബോളൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറവുണ്ടെന്ന് തന്നെയാണ്. ജഡത്തിലാണ് വസിക്കുന്നത്, പാപത്തിൻ്റെ സ്വാധീനമുണ്ട്, ജഡമയമാണ് ശരീരം, മരണത്തിന് സ്വാധീനമുള്ള ശരീരമാണിത്. നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണെന്നും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ബ്ലാക്ക് വെസ്റ്റ്മെൻസ്, ബ്ലാക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ലൈഫ് ഗിവിങ് ലോഡ് ഓഫ് ഓൾ. കണ്ടോ, ഈ പരിശുദ്ധാത്മാവിനെ കർത്താവെന്നാണ് പറയുന്ന സഭ. പരിശുദ്ധാത്മാവ് ശക്തിയല്ല. ഒരു പാട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരണമേ. ഓ കം ഹോളി സ്പിരിറ്റ് ഇതല്ലോ. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് സഭ പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തി അല്ല. പരിശുദ്ധാത്മാവിനെ ശക്തി എന്ന് പറയുന്ന മൊണ്ടാനിസ്റ്റുകളാണ്. ഈ തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മൊണ്ടാനിസമൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്ന തെറ്റല്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉള്ളവരെ എല്ലാം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നവരെല്ലാം ബൗദ്ധികമായും ദൈവശാസ്ത്രപരമായും അറിവുള്ളവരാണ്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ അറിവ് കേടുകൊണ്ട് ഓർമ്മപ്പിശകൊണ്ട് തെറ്റിപ്പോയാൽ ഒന്ന് കമൻറ്റിൽ പറയണം. ഈ പരിശുദ്ധാത്മാവ് കർത്താവാണെന്ന് സഭ പറയുന്നു, കൃത്യമായിട്ട് പറയുന്നു. ഹൂ പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ.
ഞാൻ പറഞ്ഞു കാത്തലിക് ചർച്ച് പറയുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിലോ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഈസ്റ്റേൺ സഭകൾ പറയുന്നത് ഹു പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ എന്നാണ്. ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഈ കാത്തലിക് ചർച്ചുകൾ പറയുന്ന പോലെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ആംഗ്ലിക്കൻ സഭകൾ പലപ്പോഴും ഹു പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ ആൻഡ് സൺ എന്നിവിടെ പറയുന്നുണ്ട്. ഈസ്റ്റേൺ സഭകളിലൊക്കെ ഫാദർ എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഹൂ വിത്ത് ദ ഫാദർ, ഇനി അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ പരിശുദ്ധാത്മാവ് ആൻഡ് ഹൂ വിത്ത് ദ ഫാദർ ആൻഡ് ദ സൺ ഈസ് വർഷിപ്ഡ് ആൻഡ് ഗ്ലോറിഫൈഡ്. വെളിപ്പാട് പുസ്തകം 4:8. അപ്പം പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും. ഒന്നുകൂടെ വായിക്കാം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും അപ്പോസ്തോലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയ്ക്ക് ഞാനില്ല, സിംഗുലർ ഇല്ല, എല്ലാം പ്ലൂറലാണ്. സഭയുടെ സാൽവേഷൻ പോലും യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, ഞങ്ങൾ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അതാണ് ഐക്യത, യൂണിറ്റി. സ്നേഹത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ റിലേഷൻഷിപ്പ്, അതാണ് ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. അല്ലാതെ ഏകാധിപതിയായ ദൈവത്തെ ആരാധിക്കുകയല്ല. ഏകസത്യ ദൈവം, വൺ ട്രൂ ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രപരമായി പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ഊസിയ എസൻസ് ഒന്ന് തന്നെയാണ്. പക്ഷെ 3 പേരും വ്യത്യസ്തരായി കാണപ്പെടുന്നു. ആ 3 പേരും ഒരുമിച്ചാണ്. ക്രിയേഷനിൽ അവർ 3 പേരും ഒരുമിച്ചായിരുന്നു. ഞാനിതിൻ്റെ വളരെ പ്രിലിമിനറി ഇൻ്റർപ്രിട്ടേഷനാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ നടത്തുന്ന വ്യാഖ്യാനത്തെക്കാളിലും 10 മടങ്ങ് ഇരട്ടി ഘനമുള്ള ദൈവശാസ്ത്രം ഇതിൻ്റെ അകത്തുണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ പ്രിലിമിനറി, അതിൻ്റെ ഉപരിതലത്തിലൂടെ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കും. And who with the Father and the Son is worshipped and glorified, who spoke by the prophets and apostles. 2 പത്രോസ് 1:21. And in the one holy യൂണിവേഴ്സൽ ആൻഡ് അപ്പോസ്തോലിക് ചർച്ച്. ആൻഡ് ഇൻ വൺ, നമ്മളെല്ലാവരും ഒന്നായിരിക്കണം. യോഹന്നാൻ 10:16. ഹോളി, നമ്മൾ വിശുദ്ധരാണ്. എഫേസ്യ ലേഖനം 5:26-27 നമ്മളെ വിശുദ്ധരെന്നെണ്ണി നമ്മുടെ പ്രത്യേക പദവിയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 5-9 വാക്യങ്ങൾ, 5-ാം വാക്യവും 9-ാം വാക്യം. അടുത്തത് നമ്മുടെ സഭ യൂണിവേഴ്സലാണ്. റോമാലേഖനം 10:18. അപ്പോസ്തോലികമാണ്. എഫേസ്യ ലേഖനം 2:20. അപ്പോസ്തോലന്മാരിലാണ് സഭ. ഇന്ന് അപ്പോസ്തോലന്മാരുണ്ടോ? ഇന്ന് അപ്പോസ്തോലന്മാരൊന്നുമില്ല. യേശുവിൻ്റെ വിളിക്കപ്പെട്ട പൗലോസ് ഉൾപ്പെടെയുള്ളവർ ആയിരുന്നു അപ്പോസ്തോലന്മാർ. ഇന്ന് പലരും അപ്പോസ്തോൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ കോണ്ടെക്സ്റ്റോ ഹിസ്റ്ററിയോ ഒന്നും അറിയാതെ ഇതൊന്നും വ്യാഖ്യാനിക്കുക. കൾച്ചറോ ഏർലി ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷന് അവരുപയോഗിച്ചിരുന്ന ഫിലോസഫി, അതുപോലെ ജുഡായിസം, അതുപോലെ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ്, അതുപോലെ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ജൂഡായിസം, ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്നത്, അതിനുശേഷം ഈ ഇടക്കാല ചരിത്രം, മലാക്കി പ്രവചനത്തിനും യേശുവിൻ്റെ ആ കാലഘട്ടത്തിന് ആ ഇടയ്ക്കുണ്ടായിരുന്ന ആ ഒരു വലിയ മാറ്റങ്ങൾ, ഡെവലപ്മെൻറ്റ്, അതാണ് ഈ ഏർലി ജുഡായിസം എന്ന് പറയുന്നത്. ഏർലി ജുഡായിസം, അവിടെ വന്ന മാറ്റങ്ങളെല്ലാം തന്നെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ ജുഡായിസത്തിൽ, ആ യഹൂദ മതത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുകയും അതായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രബലമായിക്കൊണ്ടിരുന്നത്. ആൻഡ് വി അക്നോളജ് വൺ ബാപ്റ്റിസം, ഒരു ബാപ്റ്റിസമേ ഉള്ളൂ. എഫേസ്യർ 4:5. ഒരുപാട് തർക്കമുള്ളൊരു വിഷയമാണ്. ഇത് വെള്ളത്തിലുള്ള സ്നാനമാണോ അതോ സഭയിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണോ എന്നതിൽ വലിയ തർക്കങ്ങൾ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എഫേസ്യർ 4:5. ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്, ആക്ട്സ് 2:38.
ഇത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പാപമോചനത്തിനുള്ള സ്നാനം എന്ന് എടുത്തിട്ടുള്ളത്. അതും ഒരു കോൺട്രവേഴ്സിയാണ്. കാരണം ഈ വൺ ബാപ്റ്റിസം എന്നുള്ളത്, ഒന്നുകൂടെ പറയാം, വെള്ളത്തിലുള്ള സ്നാനമാണോ അല്ലയോ, അതൊരു വലിയ പ്രശ്നം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണോ? കാരണം ഏക സ്നാനം, അതായത് ഏക ആത്മാവിനാൽ നമ്മൾ സഭയോട് ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു ഉപരിതല പഠനമാണ്. ഇത് എത്രയോ അറിവുള്ളവർ ഇത് ഓൾറെഡി സംസാരിച്ച വിഷയമാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ഇതിനെ ഒന്നുകൂടെ പഠിക്കുക. ഇതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം, നിത്യാവിശ്വാസ പ്രമാണത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം 1700 വർഷങ്ങളുടെ ഈ പാരമ്പര്യം ആഘോഷിക്കപ്പെടുന്ന ഒരു സമയം. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇതിനോടുള്ള ആ ഒരു ബഹുമാനം, സ്നേഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ് ആൻഡ് ലുക്ക് ഫോർ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. റോമാലേഖനം 6:5, മരിച്ചോട് ഉയർത്തെഴുന്നേൽപ്പ് 6:5, റോമർ 6:5. ആൻഡ് ദ ന്യൂ ലൈഫ് ഇൻ ദ വേൾഡ് ടു കം, ഇനി വരുവാനിരിക്കുന്ന ലോകം. മത്തായി 25:34, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തിലെ പുതിയ ജീവനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇതിൻ്റെ അകത്ത് റെമിഷൻ ഓഫ് ദ സിൻസ് എന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ യഥാർത്ഥത്തിൽ പത്രോസ് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു വ്യാഖ്യാനം വെള്ളത്തിലുള്ള സ്നാനമാണെങ്കിൽ യഹൂദന്മാരോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, ഒരു പ്രസംഗം നടത്തി അങ്ങോട്ട് വിശദീകരിച്ചിട്ട് പത്രോസ് അവരോട് പറയും, നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ തകർത്ത, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവരുടെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, അപ്പം ആ ഭാഗം ഇംഗ്ലീഷിലും ഒക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി. അതൊരു വലിയ ഒരു ടോപ്പിക്കാണ്. ഞാനത് അതിലേക്ക് പോകുന്നില്ല. കാരണം ഈ ചില ഏരിയാസ് കോൺട്രവേഴ്ഷ്യലാണ്. അപ്പം അത് കൃത്യമായി ഈ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആ വിഷയത്തിൽ നമുക്ക് സമയവും പല മേഖലകളിലേക്കും പോകേണ്ടതുണ്ട്. സമയം ഏകദേശം ഒരുപാട് ലേറ്റായി. എന്നെ കണ്ടിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇത്രയും ലേറ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ലേറ്റായിട്ടുള്ള എല്ലാവരും ഒരുപക്ഷെ പലരും ഉറങ്ങേണ്ട സമയമായിരിക്കാം. പലരും, എല്ലാവരോടും ഞാൻ ഒരുപാട് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇത് കണ്ട് ഇരുന്നവരോട് ഇതൊന്ന് ദയവ് ചെയ്ത് ഇതൊന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലേക്ക് ഈ ലൈവ് നിങ്ങൾക്ക് പരിചയമുള്ള, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, പഠിക്കാൻ താല്പര്യമുള്ള ക്രിസ്തീയ സഭകളുടെ ഗ്രൂപ്പുകളിലേക്ക്, തിയോളജിക്കൽ ഡിസ്കഷൻ നടത്തുന്ന ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ വാട്സാപ്പിൽ ഫ്രണ്ട്സിലേക്ക്, ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തും. ഈ 1700 വർഷം ആഘോഷിക്കുകയാണ് നിത്യാവിശ്വാസ പ്രമാണം ഉണ്ടായിട്ട്. പലർക്കും സഭയുടെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് കേൾക്കുന്നത് തന്നെ, അവർക്ക് പല കാര്യം കേൾക്കുന്നത് തന്നെ, അവർ കേട്ടിട്ടില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് ശരിയെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്ക് എത്തിച്ചാൽ ചിലരെങ്കിലും ചെറിയൊരു സ്പാർക്ക് അവർക്കുണ്ടാകും. ജനമെല്ലാം ആമേൻ പറഞ്ഞുകൊണ്ട് നിത്യാവിശ്വാസ പ്രമാണത്തെ സ്വീകരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് ജീവൻ്റെ, ഉണർവിൻ്റെ, ഉപദേശത്തിൻ്റെ നൈർമല്യതയുടെ ഒരു വലിയ ഒരു നദി പോലെയാണ് ഈ പിതാവായ സർവശക്തനായ എന്ന് പറഞ്ഞു തുടങ്ങി ഞങ്ങൾ നോക്കി പാർത്ത ആ ഒരു ഫ്യൂച്ചർ ഹോപ്പ്, ആ ഒരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു ഗ്ലോറിയസ് എക്സ്പെക്റ്റേഷൻ, ആ ഒരു ക്ലൈമാക്സിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യം നമ്മിലൂടെ, അല്ലേ, ആ കടുകുമണി കൊണ്ടുവന്നിട്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കടുക് എന്താ പറയുന്നത്, അതൊരു വലിയ വൃക്ഷമായി തീർന്നതുപോലെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ, പുളിപ്പ്. അത് ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ്, അല്ലേ, ദൈവത്തിൻ്റെ റെയിൻ ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി നമ്മിലൂടെ നടക്കണമെങ്കിൽ സത്യവിശ്വാസം പ്രചരിപ്പിക്കപ്പെടണം. അതിന് ഒരു സഭയും നമുക്ക് തടസ്സമാകരുത് എന്ന ചിന്തയാണ് എനിക്കുള്ളത്. സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസം ഒന്ന് തന്നെയാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ക്രിസ്റ്റോളജി ഒന്നാണ്, സോറ്ററിയോളജി ഒന്നാണ്. പിന്നെ ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഈ കാൽവിനിസോ അർമേനിയസോ ഒക്കെ വന്ന് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. എങ്കിലും യേശുക്രിസ്തു ദൈവമാണ്, പിതാവായ ദൈവമാണ് യേശുവിനെ അയച്ചത്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ദൈവമാണെന്ന അടിസ്ഥാന വിശ്വാസത്തിലാണ് കത്തോലിക്ക സഭയും അതുപോലെ ഓർത്തഡോക്സ് സഭകളും
പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ആംഗ്ലിക്കൻ സഭയും മെത്തഡിസ്റ്റ് സഭയും പ്രസ്ബിറ്റേറിയൻ സഭയും ബാപ്റ്റിസ്റ്റ് സഭയും മെനോനൈറ്റ് സഭയും ബ്രദറൻ സഭയും ബാപ്റ്റിസ്റ്റ് സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭകളും മാർത്തോമ, CSI, CNI എന്ന് വേണ്ട ലൂഥറൻ സഭ, അതുപോലെ പെൻറ്റക്കോസ്റ്റൽ സഭകൾ, അതുപോലെ കരിസ്മാറ്റിക്, ഇന്ന് ന്യൂ ജനറേഷൻ സഭകൾ വരെ പലരും അവരെ അടിസ്ഥാനപരമായി പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന സഭകളാണ്. അത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഒന്നിക്കാനായിട്ട് ഒരു വേദിയാണ് വിശ്വാസത്തെ ഏറ്റുപറയുന്നതിലൂടെ ആ ചരിത്രപരമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫെയ്ത്ത് AD 325 ഉണ്ടായ ആ ഒരു സഭയുടെ ഏകവും പരിശുദ്ധവുമായ വിശ്വാസത്തെ ഏറ്റുപറയുന്നതിലൂടെ, യേശുക്രിസ്തു കർത്താവെന്ന് പറയുന്നതിലൂടെ, യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെ, പിതാവായ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്നതിലൂടെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിലൂടെ നമ്മളെല്ലാം ഒന്നാണ്. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ അതൊരു എക്യുമെനിക്കൽ വേദികളിൽ മാത്രം പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ല. നമുക്ക് ദൈവരാജ്യത്തിനു വേണ്ടി, ഇവിടുത്തെ തിന്മയെ മാറ്റുവാൻ വേണ്ടി, ഇരുളിൻ്റെ എല്ലാ മേഖലകളിലും വെളിച്ചം പകരാൻ വേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് വെളിച്ചമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു ആഹ്വാനം നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എന്നെ കണ്ടിരുന്നവർക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. കാരണം ഇപ്പം ഏകദേശം സമയം 12 മണിയോളം അടുക്കാറായി. ഈ സമയമാണ് എനിക്ക് അല്പം സംസാരിക്കാനായിട്ട് ലഭിക്കുന്നത്. ദയവായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും. ഇതിൻ്റെ അകത്ത് സഭാവിഭാഗ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഉന്നയിച്ച വിമർശനങ്ങൾ ക്രിയാത്മകമാണ്. അത് ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ല, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. നമുക്കെല്ലാം തിരുത്താം. ഞാനും എല്ലാവരും തിരുത്തലിന് വിധേയരാണ്. അതിനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ്.